ഹലോ എവരിവൺ, എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും അക്കാഡമിക്സ് PSCയിലേക്ക് വീണ്ടും ഹർദ്ദമായിട്ടുള്ള സ്വാഗതം. യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് സ്പെഷ്യൽ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സിലബസ് വെച്ചിട്ടുള്ള ആദ്യ ക്ലാസ് നമ്മൾ ഓൾറെഡി നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഇത് രണ്ടാമത്തെ ക്ലാസ്സാണ്. ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിന് തുടർച്ചയായിട്ടുള്ള പ്രീ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ചില കമ്മീഷനുകൾ. രാധാകൃഷ്ണൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട പഠനം ആരംഭിച്ചപ്പോഴാണ് രാധാകൃഷ്ണൻ കമ്മീഷൻ റിപ്പോർട്ടിൽ തന്നെ എന്ത് നമുക്ക് തരുന്നുണ്ട്, ആദ്യ ചാപ്റ്ററിൽ തന്നെ പ്രീ ഇൻഡിപെൻഡൻറ്റ് കമ്മീഷനുകളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് ആ ഡോക്യുമെൻറ്റിൻ്റെ ഉള്ളിൽ. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടെ നിന്ന് തന്നെ നമ്മൾ പഠിച്ചു തുടങ്ങുന്നത്. അപ്പോൾ ഇത് പഠിച്ചു തുടങ്ങി ഈ ക്ലാസ്സിലെ ആദ്യ ഭാഗങ്ങളിൽ പ്രീ ഇൻഡിപെൻഡൻറ്റ് കമ്മീഷനുകളെ അവസാനിപ്പിച്ച് രാധാകൃഷ്ണൻ കമ്മീഷനെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ വളരെ സീരിയസ് ആയി യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് പ്രിപ്പയർ ചെയ്യാൻ തയ്യാറാകുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ ഇനി ഫർദർ അപ്ഡേറ്റുകൾക്ക് വേണ്ടി കാത്തിരിക്കാതെ എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങുക. സ്പെഷ്യൽ ടോപ്പിക്ക് വളരെ സീരിയസ് ആയിട്ട് പഠിക്കുക. ഈ ഭാഗത്തെ നിന്ന് ശരിയാക്കുന്ന ചോദ്യങ്ങളായിരിക്കും നിങ്ങളുടെ എന്ത് തീരുമാനിക്കുന്നത്, റാങ്ക് ലിസ്റ്റ് നിങ്ങളുടെ എവിടെയായിരിക്കും നിങ്ങളുടെ പൊസിഷൻ എന്ന് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ സീരിയസ് ആയിട്ട് നോട്ടുകൾ കൃത്യമായി എഴുതിയെടുത്തുകൊണ്ട് എന്ത് ചെയ്യുക, പ്രിപ്പറേഷൻ നിങ്ങൾ ആരംഭിക്കുക. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് നമ്മൾ സ്പെഷ്യൽ ടോപ്പിക് എടുത്ത് നിങ്ങൾക്ക് തരുന്നത് എന്ന് നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞു തരിക എന്നതുകൊണ്ട് കൂടിയാണ് നമ്മളുടെ ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ആദ്യ ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരുന്നതിലൂടെയുള്ള ഉദ്ദേശം. പ്രധാനപ്പെട്ട ചില ക്ലാസ്സുകൾ നമുക്ക് എന്ത് ചെയ്യും, നമ്മൾ തീർച്ചയായിട്ടും ഫർദർ മുന്നോട്ട് നിങ്ങൾക്ക് തരാനായിട്ട് ഞങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ തരുന്നതായിരിക്കും. പക്ഷേ കംപ്ലീറ്റ് ആയിട്ടുള്ള ഹോൾ സീരീസ് ഓഫ് സ്പെഷ്യൽ ടോപ്പിക്ക് നമ്മുടെ കോഴ്സ് എടുത്ത കുട്ടികൾക്കായിരിക്കും നമ്മൾ അവൈലബിൾ ആക്കുക. നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ വളരെ സീരിയസ് ആയിട്ട് എന്ത് ചെയ്യുക, ഈ ക്ലാസ്സുകൾ കാണാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക, കൃത്യമായിട്ട് കാര്യങ്ങൾ നോട്ട് ഡൗൺ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മൾ രണ്ടാമത് ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. രാധാകൃഷ്ണൻ കമ്മീഷനാണ് ഇന്നത്തെ പ്രധാന ചർച്ചാ വിഷയം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മളൊക്കെ അറിയുന്നത് പോലെ തന്നെ നമ്മൾ രാധാകൃഷ്ണൻ കമ്മീഷൻ അല്ലേ, രാധാകൃഷ്ണൻ കമ്മീഷനെ കുറിച്ചുള്ളൊരു പഠനത്തിലായിരുന്നു നമ്മൾ ഉണ്ടായിരുന്നത്. യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ നമ്മുടെ ഇന്ത്യയിലെ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുള്ള ദ വെരി ഫസ്റ്റ് എഡ്യൂക്കേഷൻ കമ്മീഷനെ കുറിച്ചുള്ള പഠനത്തിലായിരുന്നു. അതിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ കാണുകയുണ്ടായി. അതിൻ്റെ ഒന്നാമത്തെ ചാപ്റ്ററിൽ സംസാരിക്കുന്ന കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രീ ഇൻഡിപെൻഡൻറ്റ് ടൈമിൽ അല്ലേ, പ്രീ ഇൻഡിപെൻഡൻറ്റ് ടൈമിൽ നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ നമ്മളുടെ ഈ ഒരു രാധാകൃഷ്ണൻ കമ്മീഷൻ്റെ റിപ്പോർട്ടിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ സംസാരിക്കുന്നുണ്ട് നമ്മൾ കണ്ടു. അപ്പോൾ അതിൻ്റെ ഒരു ചർച്ചയാണ് നമ്മൾ നടത്തുന്നുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ ആ ചർച്ചയിലെ ആദ്യ ഭാഗത്ത് നമ്മൾ എന്ത് കണ്ടിട്ടുണ്ടായിരുന്നു, ക്രൗൺ ടേക്ക് ഓവർ നടത്തുന്നത് വരെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആ ഭരണം നടക്കുന്ന സമയത്ത് എന്തെല്ലാമാണ് നടന്നിട്ടുണ്ടായിരുന്നത് എന്ന കാര്യം നമ്മൾ കണ്ടു അല്ലേ. നമ്മൾ മെക്കോളീസ് മിനിറ്റ്സിനെ കുറിച്ച് സംസാരിച്ചു, തോംസൺ എഫർട്ടിനെ കുറിച്ച്, ഓറിയന്റലിസ്റ്റ് ആംഗ്ലിസിസ്റ്റ് കോൺട്രവേഴ്സിയെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. 1813 ആദ്യമായിട്ട് 1,00,000 രൂപ അനുവദിക്കണം നമ്മളുടെ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞുകൊണ്ടിട്ടുള്ള സംസാരത്തിന് തുടക്കം നമ്മൾ സംസാരിക്കുകയുണ്ടായി. കൽക്കട്ട, അതുപോലെ തന്നെ കൽക്കട്ട മദ്രസ, സാൻസ്ക്രിറ്റ് കോളേജ് അല്ലേ, കൽക്കട്ട മദ്രസ എന്നാണ് സ്ഥാപിച്ചതെന്ന് കൂട്ടുകാരെ ഓർക്കുന്നുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. 1781 കൽക്കട്ട മദ്രസ, സാൻസ്ക്രിറ്റ് കോളേജ് അതിനുശേഷം കൃത്യം 10 വർഷത്തിന് ശേഷം സ്ഥാപിച്ച കാര്യം നമ്മൾ പറയുകയുണ്ടായി. അതുപോലെ തന്നെ ഫോർട്ട് വില്യം ആരായിരുന്നു, വെല്ലസ്ലി അല്ലേ, വെല്ലസ്ലി 1800 ഫോർട്ട് വില്യം സ്ഥാപിച്ച കാര്യം പറഞ്ഞു. ഇതെല്ലാം എന്തിനു വേണ്ടിയായിരുന്നു സ്ഥാപിച്ചത് എന്ന കാര്യവും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കാര്യങ്ങളെല്ലാം ഒന്നാമത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ പോയിട്ട് നമ്മൾ എന്തൊക്കെ കണ്ടു, അവസാനം വുഡ്സ് ഡെസ്പാച്ച് വരെ അല്ലേ, വുഡ്സ് ഡെസ്പാച്ച് വരെ നമ്മൾ എന്ത് ചെയ്യുകയുണ്ടായി, വൃത്തിയായിട്ട് നമ്മൾ എന്തൊക്കെയാണ് ഓരോന്നിലും പറഞ്ഞിട്ടുള്ളത് എന്നത് ഉൾപ്പെടെ നമ്മൾ കാണുകയുണ്ടായി അല്ലേ. അപ്പോൾ വുഡ്സ് ഡെസ്പാച്ച് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. മാഗ്ന കാർട്ട ഓഫ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ ആയിരുന്നു എന്നൊക്കെ നമ്മൾ കണ്ടു. ഇതിന് ശേഷം എന്ത് സംഭവിക്കുകയാണ്, വുഡ്സ് ഡെസ്പാച്ച് ഏത് വർഷമായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു, ഓർമ്മയില്ലേ നിങ്ങൾക്ക്, 1854 വുഡ്സ് ഡെസ്പാച്ച് വരുന്നത്. ഇതിന് ശേഷം എന്ത് സംഭവിക്കുന്നുണ്ട്, 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ആഞ്ഞടിക്കുകയാണ്. ഇതേ വർഷം തന്നെയാണ് 3 പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികൾ സ്ഥാപിക്കപ്പെടുന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, കൽക്കട്ട, ബോംബെ, മദ്രാസ് എന്നിങ്ങനെ 3 പ്രധാനപ്പെട്ട പ്രൊവിൻഷ്യൽ യൂണിവേഴ്സിറ്റികൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്ഥാപിക്കപ്പെടുന്നുണ്ട്. ഇതിനൊപ്പം തന്നെ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ബെഥുനെ സ്കൂളും മറ്റും 1849 സ്ഥാപിക്കപ്പെടുന്നതും, നമ്മളുടെ പൂസയിൽ അഗ്രികൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂട്ടും റൂർക്കിയിൽ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടും സ്ഥാപിക്കപ്പെട്ടതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഫോർവേഡ് ജേണി പതുക്കെ പതുക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ആരംഭിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ശേഷം 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം കുറേ കാലം എങ്ങനെയായിരുന്നു, കംപ്ലീറ്റ് എല്ലാ മേഖലകളിലും ഒരു അടിച്ചമർത്തലാണ് നമ്മൾ കാണുന്നത്. അതിനുശേഷം ക്രൗൺ ടേക്ക് ഓവറിന് ശേഷം പിന്നീട് പ്രധാനപ്പെട്ട ഒരു എഡ്യൂക്കേഷൻ കമ്മീഷൻ വരുന്നത് 1882-83 കാലഘട്ടത്തിലെ ഹണ്ടർ എഡ്യൂക്കേഷൻ കമ്മീഷൻ ആയിരുന്നു. ആരായിരുന്നു, ഹണ്ടർ എഡ്യൂക്കേഷൻ കമ്മീഷൻ ആയിരുന്നു. അപ്പം ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ, പലപ്പോഴും എന്ത് സംഭവിച്ചിട്ടുണ്ടായിരുന്നു, അതായത് എഡ്യൂക്കേഷൻ
പ്രൊവിൻസുകളുടെ തലങ്ങളിലേക്ക് ഏതാണ്ട് 1870 സമയങ്ങളിൽ നമ്മൾ കാണണ്ടല്ലേ, നമ്മളുടെ കൗൺസിൽസ് ആക്ടുകളൊക്കെ 1861 വരുന്നുണ്ട്. കുറേ സബ്ജക്റ്റുകൾ പതുക്കെ പ്രൊവിൻസുകൾക്കും ഡീൽ ചെയ്യാൻ പറ്റുന്ന പോലെ മാറുന്നുണ്ട്. അവസാനം എന്ത് സംഭവിക്കും, ഒരു 1870 സമയത്തിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ പ്രൊവിൻസുകളിലേക്ക് ഈ എഡ്യൂക്കേഷൻ ഷിഫ്റ്റ് ആയതോട് കൂടിയിട്ട് ഓൾറെഡി കയ്യിൽ ഫൈനാൻസ് ഇല്ലാത്ത പ്രൊവിൻസുകൾ ഇത് ഡീൽ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എന്ത് ചെയ്തു, സെക്കൻഡറി എഡ്യൂക്കേഷനും പ്രൈമറി എഡ്യൂക്കേഷനൊക്കെ നല്ല രീതിയിൽ സഫർ ചെയ്യുന്ന ഒരു കാലഘട്ടമുണ്ട്. അതായത് ആകെ കൂടി കുറച്ച് ലിമിറ്റഡ് റിസോഴ്സസ് പ്രൊവിൻസുകളുടെ കയ്യിലുള്ളൂ, ബാക്കിയൊക്കെ സെൻട്രൽ തലത്തിലാണ് തീരുമാനിക്കപ്പെടുന്നത്, കൈയാളുന്നത്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എഡ്യൂക്കേഷനും കൂടി ചെലവഴിക്കാൻ പറഞ്ഞാലോ. അതുകൊണ്ട് കൃത്യമായ ആളുകൾക്ക് മനസ്സിലായി തുടങ്ങി ഈ സെക്കൻഡറി തലത്തിൽ വരെയുള്ള എഡ്യൂക്കേഷനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ശക്തമായിട്ട് താഴത്തേക്കാണ് പോകുന്നത് എന്ന കാര്യം അവർക്ക് മനസ്സിലായി. അപ്പോൾ എന്ത് ചെയ്യുകയാണ്, ഒരു ഹണ്ടർ കമ്മീഷൻ WW ഹണ്ടറിൻ്റെ ഒരു ചെയർമാൻഷിപ്പിൽ 882 എന്ത് ചെയ്യുകയാണ്, അതായത് വുഡ്സ് ഡെസ്പാച്ച്, ഈ വുഡ്സ് ഡെസ്പാച്ചിൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് നടത്തിയ പ്രവർത്തനങ്ങളുടെ ഒരു പരിണത ഫലം എന്താണ് എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഹണ്ടർ കമ്മീഷൻ എന്ത് ചെയ്യുകയാണ്, നിയമിക്കപ്പെടുകയാണ്. ഇവർ പ്രധാനമായിട്ടും പ്രൈമറി ആൻഡ് സെക്കൻഡറി തലത്തിലുള്ള ഒരു എഡ്യൂക്കേഷനെ കുറിച്ചാണ് ഇവർ എന്ത് ചെയ്യുന്നത്, കൂടുതൽ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ നമ്മുടെ വുഡ്സ് ഡെസ്പാച്ച് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. വുഡ്സ് ഡെസ്പാച്ച് എങ്ങനെയായിരുന്നു, എഡ്യൂക്കേഷൻ ഫോർ ദ മാസസിന് എന്ത് വേണം, എഡ്യൂക്കേഷൻ ലഭിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്ന ഡൗൺവേർഡ് ഫിൽട്രേഷൻ തിയറി, മെക്കാളഡി മിനിറ്റ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഡൗൺവേർഡ് ഫിൽട്രേഷൻ തിയറിയെ എന്താണ് വേണ്ടെന്ന് വെച്ച ഒന്നായിരുന്നു വുഡ്സ് ഡെസ്പാച്ച്. അതുകൊണ്ട് തന്നെ മാസസിന് എഡ്യൂക്കേഷൻ കിട്ടിയോ, പ്രൈമറി തലത്തിലും സെക്കൻഡറി തലത്തിലും അവർക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടായോ എന്നൊക്കെ പരിശോധിക്കലായിരുന്നു ആരുടെ ഉദ്ദേശം, ഹണ്ടർ എഡ്യൂക്കേഷൻ കമ്മീഷന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങൾ. അപ്പോൾ ഹണ്ടർ കമ്മീഷൻ കൃത്യമായിട്ട് നോക്കുന്ന സമയത്ത് ഒരു കാര്യം മനസ്സിലാക്കി, എന്ത് ചെയ്യേണ്ടതുണ്ട്, പ്രൈമറി എഡ്യൂക്കേഷൻ മുതലുള്ള കാര്യങ്ങളിൽ സ്റ്റേറ്റിൻ്റെ ഇടപെടൽ ആവശ്യമുണ്ട് എന്ന് കൃത്യമായിട്ട് ഹണ്ടർ കമ്മീഷൻ പറഞ്ഞു. എന്തിൻ്റെ ആവശ്യമുണ്ട്, സ്റ്റേറ്റിൻ്റെ കെയർ കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ അടുത്തത് പറയുന്നത് പ്രൈമറി എഡ്യൂക്കേഷൻ എന്ത് ചെയ്യുക, വെർണാക്കുലർ ലാംഗ്വേജിൽ തന്നെ കൊടുക്കുക. ഇത് നമ്മൾ മുന്നേയും കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. പ്രൈമറി എഡ്യൂക്കേഷൻ എന്ത് ചെയ്യുക, വെർണാക്കുലർ ലാംഗ്വേജിൽ തന്നെ കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിൽ, അതായത് പ്രൈമറി എഡ്യൂക്കേഷനും മറ്റും എങ്ങനെയാണ് ഡിസ്ട്രിക്ട് മുനിസിപ്പൽ ബോർഡിനൊക്കെ എന്ത് ചെയ്യുക, വേണമെങ്കിൽ വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സെക്കൻഡറി ഹൈസ്കൂൾ തലമെന്ന് നമ്മളിപ്പോൾ പറയില്ലേ, ആ തരത്തിലുള്ള എഡ്യൂക്കേഷൻ എന്ത് ചെയ്യുക എന്നറിയോ, അതിനെ സെക്കൻഡറി തലത്തിലുള്ള അല്ലെങ്കിൽ ഹൈസ്കൂൾ തലത്തിലുള്ള എഡ്യൂക്കേഷനെ രണ്ട് തലത്തിൽ, ഒന്ന് എന്താണ് ലിറ്റററി എഡ്യൂക്കേഷൻ തലത്തിലേക്കും, അതായത് യൂണിവേഴ്സിറ്റി തലത്തിൽ വരുന്ന ലിറ്റററി തലത്തിലുള്ളതും, മറ്റൊന്നെന്താണ് വൊക്കേഷണൽ, നമ്മളുടെ ഈ സ്കില്ലുകളൊക്കെ പഠിപ്പിക്കുന്നില്ലേ, തൊഴിൽ ലഭിക്കുന്നതിന് കൂടുതൽ വേഗത്തിൽ സഹായിക്കുന്ന വൊക്കേഷണൽ, അത്തരത്തിലുള്ള കാര്യങ്ങളുമായിട്ടും എന്ത് ചെയ്യുക, അതായത് ഒരു കൊമേഴ്ഷ്യൽ തലത്തിലുള്ള കരിയറിലേക്ക് പോകാൻ വൊക്കേഷണൽ തലത്തിലും യൂണിവേഴ്സിറ്റി തലത്തിലേക്ക് റിസർച്ച് തലത്തിലേക്ക് പോകുന്ന രീതിയിൽ ഒരു ലിറ്റററി തലവുമായിട്ട് ഈ സെക്കൻഡറി എഡ്യൂക്കേഷൻ എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക എന്നും അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹം മുന്നോട്ട് നിർദ്ദേശങ്ങളായിട്ട് വെക്കുകയുണ്ടായി. ഇതിനൊപ്പം തന്നെ അദ്ദേഹം എന്ത് പറഞ്ഞു, നിങ്ങൾ ഗവൺമെൻറ് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്തൊക്കെയായിരുന്നു, വിമൻ എഡ്യൂക്കേഷൻ അത് ഒട്ടും ശ്രദ്ധ ലഭിക്കുന്നില്ല, ഫീമെയിൽ എഡ്യൂക്കേഷൻ ഒട്ടും തന്നെ ശ്രദ്ധ ലഭിക്കുന്നില്ല എന്ന കാര്യം കൂടി എന്ത് ചെയ്തു, അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. ഇതിനൊട്ടും ശ്രദ്ധ ലഭിക്കുന്നില്ലെന്നും അതിലേക്ക് ശ്രദ്ധ ചെലുത്തേണ്ടത് ആവശ്യമാണെന്ന് സൂചിപ്പിക്കുക കൂടി ആര് ചെയ്തു, ഹണ്ടർ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഒന്ന് സൂചിപ്പിക്കുകയുണ്ടായി. പിന്നീട് ഇതിനുശേഷം ഈ ഒരു ഹണ്ടർ കമ്മീഷന് ശേഷം പിന്നെ അത് 80കളുടെ തുടക്കമാണല്ലോ. അപ്പോൾ 80കൾ മൊത്തവും 90കൾ മൊത്തമായിട്ടുള്ള പിന്നീടുള്ള 2 ഡെക്കേഡ്സിൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് കുറേയധികം, അതായത് ഒരു സെക്കൻഡറി അതുപോലെ തന്നെ കോളേജ് എഡ്യൂക്കേഷൻ്റെ ഒരു വൈഡനിങ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, കാണാൻ സാധിക്കുന്നുണ്ട്. കൂടുതൽ ഇന്ത്യക്കാരുൾപ്പെടെയുള്ള എന്ത് കാണാൻ പറ്റുന്നുണ്ട്, കൂടുതൽ യൂണിവേഴ്സിറ്റികൾ സ്ഥാപിക്കപ്പെടുന്നതൊക്കെ മറ്റും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഈ ഒരു സമയത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഉദാഹരണമായിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാലഘട്ടം എടുത്ത് നോക്കുകയാണെങ്കിൽ 1882 എന്ത് സ്ഥാപിക്കപ്പെടുന്നത്, പഞ്ചാബ് യൂണിവേഴ്സിറ്റി സ്ഥാപിക്കപ്പെടുന്നത്. ഏത് സ്ഥാപിക്കപ്പെടുന്നത്, പഞ്ചാബ് യൂണിവേഴ്സിറ്റി. നമ്മൾ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് തന്നെ സംസാരിക്കുന്നതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികൾ സ്ഥാപിക്കപ്പെട്ട വർഷങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കുക നിങ്ങൾ. 1882 പഞ്ചാബ് യൂണിവേഴ്സിറ്റി എന്ത് ചെയ്തിട്ടുണ്ട്, സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. അതിന് 5 വർഷത്തിന് ശേഷം 1887 എന്ത് ചെയ്യുന്നുണ്ട്, അലഹാബാദ് യൂണിവേഴ്സിറ്റി സ്ഥാപിക്കപ്പെടുന്നുണ്ട്. ഏത് യൂണിവേഴ്സിറ്റി, അലഹാബാദ് യൂണിവേഴ്സിറ്റി സ്ഥാപിക്കപ്പെടുന്നുണ്ട്. അപ്പം 2 പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികൾ, പഞ്ചാബ് യൂണിവേഴ്സിറ്റി 1882 അലഹാബാദ് യൂണിവേഴ്സിറ്റി 1887 സ്ഥാപിക്കപ്പെട്ടത് എന്ന കാര്യം എന്ത് ചെയ്യുക, കൂട്ടുകാർ ഓർത്തു വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. മനസ്സിലായല്ലോ.
പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് വിശ്വസിക്കുകയാണ്. അടുത്ത ഭാഗത്തേക്ക് നമ്മൾ പോവുകയല്ലേ. അപ്പോൾ ഹണ്ടർ എഡ്യൂക്കേഷൻ കമ്മീഷൻ്റെ ഈ ഒരു കാലാവധി ഒരു റിപ്പോർട്ടിന് ശേഷം നിങ്ങൾക്കറിയാം അല്ലേ, പിന്നീട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിക്കപ്പെടുന്നുണ്ട്. അതിനുശേഷം പതുക്കെ എന്ത് ചെയ്യുന്നുണ്ട്, മോഡറേറ്റ്സിൻ്റെ ഇടയിലും എക്സ്ട്രീമിസ്റ്റുകളുടെ ഇടയിലും, അതായത് ഞാൻ എന്തുകൊണ്ട് ഹിസ്റ്ററി പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത യൂണിവേഴ്സിറ്റിയുടെ ഒരു ആക്ടിന് നമുക്ക് ഈ ഹിസ്റ്ററി ആവശ്യമുണ്ട്. ഒരിക്കലും നിങ്ങൾക്ക് എന്ത് പഠിക്കാൻ പറ്റില്ല, ഹിസ്റ്ററി അറിയാതെ നിങ്ങൾക്ക് പല കാര്യങ്ങളും പഠിക്കാൻ പറ്റില്ലെന്ന് മാത്രമല്ല, നിങ്ങൾ ഹിസ്റ്ററി അറിഞ്ഞുകൊണ്ടാണ് പഠിക്കുന്നത് എന്നുണ്ടെങ്കിൽ പല പഠനങ്ങളും ഭയങ്കര എളുപ്പമാവും, ഭയങ്കര രസകരമായിട്ട് മാറും. ഇപ്പം നമ്മൾ ഇതാണ് പഠിക്കുന്നതെങ്കിലും ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ആക്ട്, ഇതാണ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ആക്ട് ഓഫ് 1904. ഇതിൻ്റെ പിന്നിൽ ചെറിയൊരു കഥ കൂടിയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനാണ് ഞാൻ ഈ കഥ പറഞ്ഞു വന്നത്. എന്തായിരുന്നു, നമ്മുടെ മോഡറേറ്റ്സ് എക്സ്ട്രീമിസ്റ്റുകളുടെ ഇടയിലുള്ള പ്രശ്നങ്ങളൊക്കെ പതുക്കെ വന്നു തുടങ്ങുകയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൂടുതൽ സമ്മേളനങ്ങൾ നടത്തുന്നു, ആളുകൾ അതിലേക്ക് ആകൃഷ്ടരാകുന്നു. എന്നാൽ ഈ മോഡറേറ്റ്സിൻ്റെ പ്രയർ പെറ്റീഷൻ തുടങ്ങിയിട്ടുള്ള രീതികളിലൊന്നും താല്പര്യമില്ലാത്ത കുറേ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റികളിലുള്ള യങ് സ്റ്റുഡൻസ്, വളരെ യുവത്വം തുളുമ്പുന്ന ആളുകൾ കുറച്ചുകൂടി എക്സ്ട്രീമിസ്റ്റ് ചിന്തകളിലേക്ക് പോവുകയാണ്. എന്തിനാണ് നമ്മൾ ഇവരോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്, അപേക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്, എന്തിനാണ് നമ്മൾ ഇവർക്ക് പെറ്റീഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്, സ്വാതന്ത്ര്യം നമ്മൾ പിടിച്ചു വാങ്ങേണ്ടതല്ലേ എന്ന രീതിയിലുള്ള വിപ്ലവ ചിന്തകൾ എന്ത് ചെയ്യുകയാണ്, യൂണിവേഴ്സിറ്റികളിലൂടെ വിദ്യാലയങ്ങളിലൂടെ കത്തിപ്പടരാൻ തുടങ്ങുകയാണ്. ഇത്തരം കാര്യങ്ങൾ ഗവൺമെൻറ് എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, കൃത്യമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഗവൺമെൻറ് ശ്രദ്ധിച്ചതിൻ്റെ പരിണിത ഫലമായിട്ടാണ് എന്ത് സംഭവിക്കുന്നത്, 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ആക്ട് പുറത്തേക്ക് വരുന്നത്. അതായത് റെയ്ലി കമ്മീഷൻ, ഓർത്ത് വയ്ക്കുക, റെയ്ലി കമ്മീഷൻ. എന്താണ് റെയ്ലി കമ്മീഷൻ അഥവാ യൂണിവേഴ്സിറ്റീസ് കമ്മീഷൻ എന്ന പേരിൽ 1902 എന്ത് ചെയ്യുകയാണ്, ഒരു കമ്മീഷൻ സെറ്റപ്പ് ചെയ്യുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? ആ കമ്മീഷനോട് എന്ത് ചെയ്യുകയാണ്, എന്തൊക്കെ മെഷർമെൻറ്റ്സ് ആണ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇവിടുത്തെ വിദ്യാഭ്യാസ തലത്തിൽ ഉള്ള കാര്യങ്ങളുടെ പ്രോസ്പെക്റ്റുകൾ കൃത്യമാക്കാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് ചെയ്യുകയാണ്, പറയുകയാണ്. അതായത് ഇവിടെ എന്തിലാണ് കോൺസെൻട്രേഷൻ, ഹണ്ടർ എഡ്യൂക്കേഷൻ കമ്മീഷൻ പ്രൈമറി തലത്തിലും സെക്കൻഡറി തലത്തിലുമുള്ള കാര്യങ്ങളാണ് ശ്രദ്ധിച്ചിരുന്നുണ്ടെങ്കിൽ ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ആക്ടിൽ അല്ലെങ്കിൽ റെയ്ലി കമ്മീഷൻ എന്ത് ചെയ്യുന്നില്ല, പ്രൈമറി സെക്കൻഡറി തലങ്ങളെ പരിശോധിക്കുന്നില്ല, പകരം യൂണിവേഴ്സിറ്റി തലം മാത്രമാണ് എന്ത് ചെയ്യുന്നത്, പരിഗണിക്കുന്നത്. കാരണം എന്തായിരുന്നു, മൊത്തത്തിലൊരു പ്രൈവറ്റ് മാനേജ്മെന്റ്, യൂണിവേഴ്സിറ്റികളിലെയും മറ്റുമുള്ള ഒരു പ്രൈവറ്റ് മാനേജ്മെന്റും മറ്റും ക്വാളിറ്റി, അതായത് പ്രൈവറ്റ് മാനേജ്മെന്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ക്വാളിറ്റി നേരെ താഴത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്നൊരു അഭിപ്രായം വരികയാണ്. അതുപോലെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു യൂസേജ് ആണ്, നമ്മൾ യൂണിവേഴ്സിറ്റികൾ എന്തായി മാറി എന്നാണ് അവർ വിചാരിക്കുന്നത്, ഫാക്ടറീസ് പ്രൊഡ്യൂസിങ് പൊളിറ്റിക്കൽ റവല്യൂഷണറീസ് ആയി മാറി. അതായത് വിപ്ലവകാരികളെ സൃഷ്ടിക്കുന്ന ഫാക്ടറികളായിട്ട് എന്ത് മാറുകയാണ്, യൂണിവേഴ്സിറ്റികൾ മാറുകയാണ് എന്നും, അല്ലാതെ പഠനമല്ല അവിടെ നടക്കുന്നത് എന്നുമുള്ള ഒരു അഭിപ്രായമാണ് എന്ത് ചെയ്യുന്നത്, ബ്രിട്ടീഷുകാർക്ക് വരുന്നത്. അതായത് നമ്മളുടെ ദേശീയ നാഷണലിസ്റ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്, എഡ്യൂക്കേഷൻ്റെ ക്വാളിറ്റി കുറഞ്ഞു എന്ന് പറയുന്നത് കറക്റ്റാണ്, പക്ഷേ അത് എന്തിനായിട്ട് ഉപയോഗിക്കുകയല്ല വേണ്ടത്, നമ്മളുടെ സ്റ്റുഡൻസിൻ്റെ ഇടയിൽ വരുന്ന സ്വതന്ത്ര ചിന്തയെ, അതായത് ഇന്ത്യയുടെ എന്താ പറയുക സ്വത്വം കണ്ടെത്താനുള്ള അവരുടെ ഒരു ത്വരയെയും മറ്റും എന്താണ് അടിച്ചമർത്താനുള്ളതായി മാറരുത് എന്ത് ഈ കമ്മീഷൻ റിപ്പോർട്ടിലെ കാര്യങ്ങൾ എന്ന് നാഷണലിസ്റ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. പക്ഷെ ഇതിനെല്ലാം ശേഷം റെയ്ലി കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ആക്ട് ഓഫ് 1904 എന്ന് ചെയ്യുകയാണ്, പുറത്തു വരികയാണ്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഇതിലെന്ത് ചെയ്യുന്നുണ്ട്, യൂണിവേഴ്സിറ്റികൾ റിസർച്ചിനും മറ്റും, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് പോലെയുള്ള പരിപാടികൾ, അതായത് എന്ത് ചെയ്യുക, പഠനത്തിന് വേണ്ടിയിട്ട്, റിസർച്ചിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, കൂടുതൽ ശ്രദ്ധ ചെലുത്തുക എന്ന് പറയുകയാണ്. അതുപോലെ തന്നെ എന്ത് പറയുകയാണ്, യൂണിവേഴ്സിറ്റി തലത്തിലുള്ള ഈ ഫെലോഷിപ്പും മറ്റും ഉണ്ടല്ലോ, അവരെന്ത് ചെയ്യുകയാണ്, ഗവൺമെന്റ് നോമിനേറ്റ് ചെയ്യണം. അതായത് ഫെലോഷിപ്പ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം, എന്താണ് ഈ ഫെലോഷിപ്സ് എന്ന് വെച്ചാൽ, ഫെലോഷിപ്പുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പഠനം നടത്തി റിസർച്ച് നടത്തുന്ന പല ആളുകൾക്കും നല്ല കഴിവുണ്ടെങ്കിൽ അവർക്ക് ഫെലോഷിപ്പ് കൊടുത്തുകൊണ്ട് അവരെ അവിടെ നിലനിർത്താറുണ്ട്, അവർക്ക് കൂടുതൽ സ്കോളർഷിപ്പുകളൊക്കെ കൊടുക്കും. അപ്പോൾ ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താണ്, ഗവൺമെന്റിൽ ഡിപ്പെൻഡന്റ് ആവണം എന്ന അവസ്ഥ വന്നു. മനസ്സിലാവുന്നത്? അതായത് ഗവൺമെന്റ് എന്ത് ചെയ്യുകയാണ്, ഇവിടെ പഠിക്കുന്ന എല്ലാവരുടെ മുകളിലേക്കും ഒരു കൺട്രോൾ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ ഗവൺമെന്റിന് എന്ത് ലഭിച്ചു, ഗവൺമെന്റിന് വീറ്റോ പവറുകൾ ലഭിക്കുകയാണ്. ഗവൺമെന്റ് എന്ത് ചെയ്യുകയാണ്, വീറ്റോ പവറുകൾ ലഭിക്കുകയാണ്. അതായത് ഗവൺമെന്റിന് എന്ത് ചെയ്യുകയാണ്, യൂണിവേഴ്സിറ്റികളുടെ സെനറ്റ് റെഗുലേഷൻസ്, അതുപോലെ തന്നെ എന്താ പറയുന്നത്, സെനറ്റ് പാസ്സാക്കുന്ന നിയമങ്ങൾ, ഇവയുടെ മുകളിലൊക്കെ ഒരു വീറ്റോ പവർ ആർക്ക് ലഭിക്കുകയാണ്, ഗവൺമെന്റിന് ഇതോടുകൂടിയിട്ട് ലഭിക്കുകയാണ്. അതുപോലെ തന്നെ
ഈ പ്രൈവറ്റ് കോളേജുകളുടെ അഫിലിയേഷനും മറ്റും ഉണ്ടല്ലോ, അത്തരത്തിലുള്ള അഫിലിയേഷൻ തുടങ്ങിയ കാര്യങ്ങൾ എന്ത് ചെയ്യുകയാണ്, ഒന്നുകൂടി സ്ട്രിക്റ്റ് ആക്കുകയാണ്. അഫിലിയേഷൻസിനും മറ്റും എന്താണ്, സ്ട്രിക്ട്നെസ് കൊണ്ടുവരികയാണ്. അതുപോലെ തന്നെ 5 ലക്ഷം രൂപ, എത്രയാണ്, 5 lakh rupees, 5 lakh rupees എന്ത് ചെയ്യും, പെർ ആനം സാങ്ഷൻ ചെയ്യും ഇനിയുള്ള 5 വർഷത്തേക്ക്. എന്തിനു വേണ്ടിയിട്ടാണ്, ഹയർ എഡ്യൂക്കേഷൻ്റെയും യൂണിവേഴ്സിറ്റികളുടെയും ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് പെർ ആനം 5 ലക്ഷം രൂപ വീതം അനുവദിക്കുമെന്നും പറയുകയാണ്. അപ്പോൾ ഈ കൊണ്ടുവന്ന ഹൈ ലെവൽ ഓഫ് എന്താ പറയുന്നത്, ഈ ഒരു റെസ്ട്രിക്ഷൻസ് കഴ്സൺ എന്ത് ചെയ്യുന്നുണ്ട്, കഴ്സനാണ് അല്ലെ, നിങ്ങൾക്ക് ഓർമ്മയുണ്ട് ആ സമയത്ത് ബംഗാളിന്റെ പാർട്ടീഷൻ പ്രഖ്യാപിച്ച കഴ്സനാണ് ആ സമയത്ത് നമ്മളുടെ വൈസ്രോയ്. കഴ്സൺ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് കൃത്യമായിട്ട് എന്താണ്, ക്വാളിറ്റി കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ്, എഫിഷ്യൻസി കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ് എന്നാണ് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു എന്തായിരുന്നു ഉദ്ദേശം എന്നുള്ളത്. ആ സമയത്തുള്ള അവിടുത്തെ പൊളിറ്റിക്കൽ അൺട്രസ്റ്റിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു മാധ്യമമായിട്ടാണ് യൂണിവേഴ്സിറ്റി തലത്തിലുള്ള ഒരു സപ്പോർട്ട് എന്ത് ചെയ്യാൻ, ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഇവർ എന്ത് ചെയ്യുന്നത്, കൊണ്ടുവരുന്നത്. തീർച്ചയായിട്ടും ഒരുപാട് നാഷണലിസ്റ്റുകൾ, നമ്മളുടെ ഗോപാലകൃഷ്ണൻ ഗോഖലെ പോലെയുള്ള ആളുകൾ, മറ്റ് തിലകനെ പോലെയുള്ള ഒരുപാട് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതെല്ലാം കൃത്യമായിട്ടുള്ള ഉദ്ദേശങ്ങൾ, റെസ്ട്രിക്റ്റീവ് ആയിട്ടുള്ള മെഷേഴ്സ് ആണ് എന്ന് എന്ത് ചെയ്യുന്നുണ്ട്, അവരെല്ലാം കൃത്യമായിട്ട് ഈ സമയത്ത് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ റെയ്ലി കമ്മീഷൻ അഥവാ യൂണിവേഴ്സിറ്റി കമ്മീഷന്റെ റിപ്പോർട്ട് പ്രകാരം വന്ന ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ആക്ട് ഈ തരത്തിൽ ചരിത്ര തലത്തിലും ചരിത്രപരമായിട്ടും ഇമ്പോർട്ടൻ്റ് ആണ് എന്ന കാര്യം കൂട്ടുകാരെന്ത് ചെയ്യുക, ഓർത്തു വെക്കുക. മനസ്സിലായല്ലോ, പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുകയാണ്. അടുത്ത ഭാഗത്തേക്ക് നമ്മൾ പോവുകയാണ്. ഏതാണ്, ഗവൺമെന്റ് റെസൊല്യൂഷൻ ഓൺ എഡ്യൂക്കേഷൻ പോളിസി 1913. അതായത് 1913 എന്ത് ചെയ്യുകയാണ്, ഈ ഒരു കാലഘട്ടത്തിൽ മറ്റൊരു കാര്യം കൂടി ഓർത്ത് വയ്ക്കുക. അതായത് ബറോഡ സ്റ്റേറ്റ്, ഏതാണ്, ബറോഡ സ്റ്റേറ്റ് എന്ത് ചെയ്യുകയാണ് അറിയോ നിങ്ങൾക്ക്, പ്രൈമറി എഡ്യൂക്കേഷൻ എന്ത് ചെയ്യുകയാണ്, കമ്പൽസറി ആക്കുകയാണ്. അതൊരു വലിയൊരു വിപ്ലവകരമായിട്ടുള്ള തീരുമാനമാണ് അല്ലെ. എന്ത് ചെയ്യുകയാണ്, കമ്പൽസറി പ്രൈമറി എഡ്യൂക്കേഷൻ എന്താണ്, സ്റ്റേറ്റ് ഓഫ് ബറോഡയിൽ ത്രൂ ഔട്ട് എന്ത് ചെയ്യുകയാണ്, കൊണ്ടുവരികയാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ. ഇത് കൊണ്ടുവന്നോട് കൂടിയിട്ട് എന്ത് ചെയ്യുകയാണ്, ഈ ഒരു കാര്യം എന്ത് ചെയ്യുക, ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഒന്നാകെ വേണം എന്നുള്ള രീതിയിലൊരു ആവശ്യം നാഷണലിസ്റ്റ് ലീഡേഴ്സ് എന്ത് ചെയ്യുകയാണ്, മുന്നോട്ട് വെക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ. ഇങ്ങനെ ഈ പ്രഷർ ഇങ്ങനെ വന്നിട്ട് എന്ത് ചെയ്യുകയാണ്, അവസാനം 1913 ഗവൺമെന്റ് റെസൊല്യൂഷൻ ഇറക്കുകയാണ് എഡ്യൂക്കേഷണൽ പോളിസിയിൽ. ഇത് പക്ഷേ വലിയൊരു തലത്തിലുള്ള മാറ്റമൊന്നും വരുന്നില്ല. അതായത് എന്താ പറയുന്നത്, ഈ ഒരു കമ്പൽസറി എഡ്യൂക്കേഷൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനൊന്നും ഗവൺമെന്റ് തയ്യാറാവുന്നില്ല. പകരം എന്ത് ചെയ്യുകയാണ്, ലിറ്ററസി ഒന്ന് വർദ്ധിപ്പിക്കാനായിട്ടുള്ള ചില നടപടികൾ ഞങ്ങൾ എടുത്തോളാം, ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ആളുകളുടെ എണ്ണം കുറയ്ക്കാനുള്ള നടപടികൾ എടുത്തോളാം എന്ന രീതിയിൽ എന്ത് ചെയ്യുകയാണ്, ചെറിയ രീതിയിലുള്ള എന്ത് ചെയ്യുകയാണ് കാര്യങ്ങൾ. അത് കൂടുതലും അവർ ഗവൺമെന്റ് തലത്തിൽ പണം ചെലവഴിക്കാതെ പ്രൈവറ്റ് തലത്തിൽ ഇത്തരത്തിലുള്ള എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ വന്നോട്ടെ എന്ന തലത്തിൽ എന്ത് ചെയ്യുകയാണ്, ഗവൺമെന്റ് ചിന്തിക്കുകയാണ് നമുക്കിവിടെ ഈ സമയത്ത് കാണാനായിട്ട് സാധിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ. ഈ രീതിയിലുള്ള ചില നടപടികളാണ് ഗവൺമെന്റ് റെസൊല്യൂഷനിലൂടെ എടുക്കുന്നത്. ശേഷം അടുത്ത ഒരു കമ്മീഷൻ വരികയാണ്, സാഡ്ലർ യൂണിവേഴ്സിറ്റി കമ്മീഷൻ ഓഫ് 1917-19. അപ്പോൾ ഈ ഒരു എന്താ പറയുക, സാഡ്ലർ യൂണിവേഴ്സിറ്റി കമ്മീഷൻ, സാഡ്ലർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റിയിട്ടുണ്ടാകും. ഇത് ആക്ച്വലി ഈ സാഡ്ലർ കമ്മീഷൻ വരുന്നത് ആർക്ക് വേണ്ടി അറിയോ നിങ്ങൾക്ക്, കൽക്കട്ട യൂണിവേഴ്സിറ്റിയുടെ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സാഡ്ലർ കമ്മീഷനെ നിയമിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്, കൽക്കട്ട യൂണിവേഴ്സിറ്റിയെ കുറിച്ച് പഠിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സാഡ്ലർ യൂണിവേഴ്സിറ്റി കമ്മീഷൻ ഏത് പേരിൽ കൂടി അറിയപ്പെടുന്നുണ്ട്, കൽക്കട്ട യൂണിവേഴ്സിറ്റി കമ്മീഷൻ എന്ന പേരിൽ കൂടി അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ കൽക്കട്ട യൂണിവേഴ്സിറ്റി കമ്മീഷൻ എന്ന പേര് തന്നാൽ അത് സാഡ്ലർ യൂണിവേഴ്സിറ്റി കമ്മീഷൻ ആണ് എന്ന് കൂട്ടുകാരെന്ന് ഓർത്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. ഈ സാഡ്ലർ യൂണിവേഴ്സിറ്റി കമ്മീഷൻ കൽക്കട്ടയെക്കുറിച്ചാണ് പഠിച്ചത് എന്നുണ്ടെങ്കിലും അത് ഏതാണ്ട് നമ്മളുടെ ആ സമയത്ത് ഇന്ത്യയിലുള്ള ഏതാണ്ട് എല്ലാ യൂണിവേഴ്സിറ്റികളിലേക്കും ആപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം അപ്പോൾ അവർ കണ്ടുപിടിച്ച പ്രശ്നങ്ങൾ എല്ലാ യൂണിവേഴ്സിറ്റികളിലുമുള്ള പ്രശ്നങ്ങളായിരുന്നു. അതിൻ്റെ റെമീഡിയൽ മെഷേഴ്സ് എന്ന് പറയുന്നത് ഏതാണ്ട് എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും റെമീഡിയൽ മെഷേഴ്സ് ആയിട്ട് കൊടുക്കാൻ സാധിക്കുന്ന റെമീഡിയൽ മെഷേഴ്സുമായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക് പറയുന്നത്? അതുകൊണ്ട് തന്നെ സാഡ്ലർ യൂണിവേഴ്സിറ്റി കമ്മീഷൻ എന്താണ്, ഒരു പാൻ ഇന്ത്യ സ്വഭാവമുള്ള തരത്തിൽ തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്ന ഒന്നാണ്. ഇനി ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയാണ് നമുക്ക് ആദ്യമായിട്ട് സ്കൂൾ എഡ്യൂക്കേഷൻ എത്ര കാലം ആവശ്യമുണ്ട്, എങ്ങനെയാണ്, എന്തിൻ്റെയൊക്കെ സ്റ്റാൻഡേർഡ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നൊക്കെ രീതിയിലുള്ള കൃത്യമായിട്ടുള്ള ചില നിലപാടുകൾ നമുക്ക് സാഡ്ലർ യൂണിവേഴ്സിറ്റി കമ്മീഷനിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ് സ്കൂൾ എഡ്യൂക്കേഷൻ 12 വർഷത്തേക്ക് എന്നിവർ പറയുകയാണ്. അതായത് 12 വർഷത്തെ സ്കൂൾ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ഹയർ സ്റ്റഡീസിലേക്ക് പോവുക. മനസ്സിലാവുന്നുണ്ടോ? സ്റ്റുഡൻസ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഒരു ഇന്റർമീഡിയറ്റ് സ്റ്റേജ്, അതായത് മെട്രിക് സ്റ്റേജ് എല്ലാം വിട്ടിട്ട് ഒരു ഇന്റർമീഡിയറ്റ് സ്റ്റേജ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, യൂണിവേഴ്സിറ്റികളിലേക്ക് അവർ കടന്നുകൊള്ളട്ടെ എന്ന് പറയുകയാണ്. അപ്പൊ സ്കൂള് 12 വർഷം എന്നല്ല പറയുന്നത്. അതിൽ തന്നെ എന്താണ് പറയുന്നത്, ഇന്റർമീഡിയറ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്
ഇന്റർമീഡിയറ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് 3 വർഷത്തേക്കും എന്നും ആര് പറയുകയാണ്? സാഡ്ലർ കമ്മിറ്റി പറയുകയാണ്. അതുപോലെ തന്നെ സെക്കൻഡറി എഡ്യൂക്കേഷന്റെ സ്റ്റാൻഡേർഡ് വർദ്ധിപ്പിക്കേണ്ടതുണ്ട് എന്ന് പറയുകയാണ്. എന്ത് പറയുകയാണ്? സെക്കൻഡറി എഡ്യൂക്കേഷന്റെ സ്റ്റാൻഡേർഡ് വർദ്ധിപ്പിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? യൂണിവേഴ്സിറ്റി തലത്തിലേക്ക് കുട്ടികളെ പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. എന്നാലേ എന്ത് ചെയ്യുള്ളൂ? യൂണിവേഴ്സിറ്റി തലത്തിൽ ഒരു ഹൈ ലെവലുള്ള ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടാവുകയുള്ളൂ. മനസ്സിലാവുന്നുണ്ടല്ലോ? അതായത് ഒരു ബിലോ സ്റ്റാൻഡേർഡ് ഉള്ള കുട്ടികളെ എന്ത് ചെയ്യുക? ബിലോ സ്റ്റാൻഡേർഡ് ഉള്ള കുട്ടികളെ എന്ത് ചെയ്യുക? ഡ്രോപ്പ് ചെയ്യുക. അവരെ യൂണിവേഴ്സിറ്റി തലത്തിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഈ തരത്തില് എന്ത് ചെയ്യുക? കൃത്യമായിട്ടൊരു കോളേജ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്? യൂണിവേഴ്സിറ്റി തലത്തിലേക്ക് പോവാൻ സ്റ്റാൻഡേർഡ് ഉള്ള ആളുകൾക്കാണ് എന്ത് കൊടുക്കേണ്ടത്? ഇന്റർമീഡിയറ്റ് തലത്തിലുള്ള എഡ്യൂക്കേഷനും മറ്റുമൊക്കെ കൊടുക്കേണ്ടത് എന്നെന്ത് ചെയ്യുകയാണ്? ഇവര് കൃത്യമായിട്ട് പറയുകയാണ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? അതുപോലെ തന്നെ സെക്കൻഡറി എഡ്യൂക്കേഷനെയും ഇന്റർമീഡിയറ്റ് എഡ്യൂക്കേഷനെയും എന്ത് ചെയ്യുക? അതിന് സെപ്പറേറ്റ് ബോർഡുകൾ വെക്കുക. ഇത് രണ്ടും രണ്ടാക്കിയിട്ട് എന്ത് ചെയ്യുക? 2 ബോർഡുകൾ ഇവയുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തോട്ടെ എന്ന് പറഞ്ഞു. അതിനൊപ്പം സാഡ്ലർ യൂണിവേഴ്സിറ്റി കമ്മീഷൻ ഇമ്പോർട്ടൻ്റ് ആകുന്നത് ഇവരെന്ത് ചെയ്യുന്നുണ്ട്? വളരെ കൃത്യമായിട്ട് ഫീമെയിൽ എഡ്യൂക്കേഷൻ അതുപോലെ തന്നെ ഏതാണ്? വൊക്കേഷണൽ കോളേജുകൾ ടീച്ചർമാരുടെ ടീച്ചേഴ്സ് ട്രെയിനിങ് അതുപോലെ തന്നെ ഏതായിരുന്നു? സയൻസ് ആൻഡ് ടെക്നോളജിയുടെ പഠിപ്പിക്കൽ, സയൻസ് ആൻഡ് ടെക്നോളജി എഡ്യൂക്കേഷൻ. ഈ 4 പ്രധാനപ്പെട്ട കാര്യങ്ങളും കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് എടുത്തു പറഞ്ഞ ഒരാളായിരുന്നു ആര്? അതായത് ഇവർ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൊഫഷണൽ വൊക്കേഷണൽ കോളേജസിൻ്റെ ഒപ്പം തന്നെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഫീമെയിൽ എഡ്യൂക്കേഷൻ ആകട്ടെ, സയൻസ് ആൻഡ് ടെക്നോളജി എഡ്യൂക്കേഷൻ്റെ അതിൻ്റെ അപ്ലിക്കേഷൻ ആകട്ടെ, ടീച്ചർമാരുടെ ട്രെയിനിങ് ആകട്ടെ, ഇവയെല്ലാം എന്ത് ചെയ്യേണ്ടതുണ്ട്? ഈ പറയുന്ന വൊക്കേഷണൽ ട്രെയിനിങ്ങിൻ്റെ ഒപ്പം എക്സ്റ്റെൻഡ് ചെയ്യേണ്ടതുണ്ട് എന്ന് ആര് പറയുകയാണ്? സാഡ്ലർ യൂണിവേഴ്സിറ്റി കമ്മീഷൻ വളരെ കൃത്യമായിട്ട് പറയുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ എന്തായി മാറുകയാണ്? പതുക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ കാണുന്ന തലത്തിലേക്കുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്കുള്ള ഒരു ഗ്രോത്ത് നമുക്ക് എന്ത് ചെയ്യുന്നു? കൃത്യമായിട്ട് കാണാൻ തുടങ്ങുകയാണ്. അതുപോലെ തന്നെ ഇത്രയും കോംപ്രിഹെൻസീവ് ആയിട്ടുള്ളൊരു നിർദ്ദേശം തന്നെ എന്തിലേക്ക് നയിക്കേണ്ടറിയോ? ഏതാണ്ട് 1916-17 മുതൽ 1925 അല്ലെങ്കിൽ 25 ഇടയിലുള്ള ഈ കാലഘട്ടത്തിൽ ഈ സാഡ്ലർ യൂണിവേഴ്സിറ്റി കമ്മീഷന്റെ ഈ ഒരു സമയത്തിന് ശേഷം വളരെ പ്രധാനപ്പെട്ട കുറേ യൂണിവേഴ്സിറ്റികൾ എന്ത് ചെയ്യുന്നുണ്ട്? സ്ഥാപിക്കപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ പഴയ യൂണിവേഴ്സിറ്റികളെ കുറിച്ച് എന്ന് സ്ഥാപിക്കപ്പെട്ടു എന്നോ അവരുടെ ടൈം ലൈനോ ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. അപ്പോൾ 2 പഞ്ചാബ് യൂണിവേഴ്സിറ്റിയും അലഹാബാദ് യൂണിവേഴ്സിറ്റിയും ഓൾറെഡി നമ്മൾ പറഞ്ഞു 882 887 നിങ്ങളത് നോട്ട് ഡൗൺ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുകയാണ്. ഇതിനൊപ്പം ചില യൂണിവേഴ്സിറ്റികളുടെ പേര് കൂടി വർഷങ്ങൾ കൂടി ജസ്റ്റ് പറയാം. നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുക? ഒന്ന് നോട്ട് ഡൗൺ ചെയ്യാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ശ്രമിക്കുക. ഒന്നാമതായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് ബനാറസ് യൂണിവേഴ്സിറ്റിയുടെ കാര്യമാണ്. ഏതാണ്? ബനാറസ് യൂണിവേഴ്സിറ്റിയാണ്. 1916 ബനാറസ് യൂണിവേഴ്സിറ്റി എന്ത് ചെയ്യുന്നത്? സ്ഥാപിക്കപ്പെടുന്നത്. ഇത് 1898 ഇതെന്തായിരുന്നു നിങ്ങൾക്കറിയില്ലേ? ഇതെന്തായിരുന്നു? സെൻട്രൽ ഹിന്ദു കോളേജ് ആയിരുന്നു. എന്തായിരുന്നു? സെൻട്രൽ ഹിന്ദു കോളേജ് ആയിരുന്നു. ഏത്? 1898 ഇത് ആദ്യം സ്ഥാപിക്കപ്പെട്ടത്. ആനി ബെസന്റൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. ആരായിരുന്നു? ആനി ബെസന്റൊക്കെയാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. സെൻട്രൽ ഹിന്ദു കോളേജായിട്ട് സ്ഥാപിക്കപ്പെടുകയാണ്. ഇത് പിന്നീട് എന്ത് ചെയ്യുകയാണ്? ഇതൊരു ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി ആയിട്ട് മാറുകയാണ്. ആരായിരുന്നു? മദൻ മോഹൻ മാളവ്യ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മദൻ മോഹൻ മാളവ്യയും മറ്റുമാണ് ഇതൊരു ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി എന്ന തലത്തിലേക്ക് മാറാൻ മദൻ മോഹൻ മാളവ്യയും മറ്റുമാണ് എന്ത് ചെയ്യുന്നത്? മുൻകൈ എടുക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ 898 സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള എന്തായിരുന്നു? സെൻട്രൽ ഹിന്ദു കോളേജ് ആണ്. 898 സ്ഥാപിക്കപ്പെട്ടുള്ള സെൻട്രൽ ഹിന്ദു കോളേജ് ആണ്. ആനി ബെസന്റ് നേതൃത്വത്തിൽ സ്ഥാപിക്കപ്പെട്ടുള്ള ഇതാണ് എന്തായി മാറുന്നത്? പിന്നീട് 916 ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി ആയിട്ട് മാറുന്നത്. ഇതേ വർഷം തന്നെ മൈസൂർ യൂണിവേഴ്സിറ്റി സ്ഥാപിക്കപ്പെടുന്നുണ്ട്. 1916 തന്നെ എന്ത് സ്ഥാപിക്കപ്പെടുന്നു? മൈസൂർ യൂണിവേഴ്സിറ്റി സ്ഥാപിക്കപ്പെടുന്നുണ്ട്. ഒരു വർഷത്തിന് ശേഷം പാറ്റ്ന യൂണിവേഴ്സിറ്റി സ്ഥാപിക്കപ്പെടുന്നു. 1917 പാറ്റ്ന യൂണിവേഴ്സിറ്റി എന്ത് ചെയ്യുന്നു? സ്ഥാപിക്കപ്പെടുന്നു. അതിന് തൊട്ടടുത്ത വർഷമാണ് നിങ്ങൾ ശ്രദ്ധിക്കുക ഒസ്മാനിയ യൂണിവേഴ്സിറ്റി സ്ഥാപിക്കപ്പെടുന്നത്. ഏതാണ്? ഒസ്മാനിയ യൂണിവേഴ്സിറ്റി 1918 എന്ത് ചെയ്യുകയാണ്? സ്ഥാപിക്കപ്പെടുകയായിരുന്നു. ആരായിരുന്നു
ഒസ്മാനിയ യൂണിവേഴ്സിറ്റി സ്ഥാപിക്കാൻ മുൻകൈ എടുത്തിട്ടുള്ള ആള് നിങ്ങൾക്ക് അറിയാമോ? അത് വേറെ ആരുമല്ല, സർ അക്ബർ ഹൈദരി ആയിരുന്നു. ആരായിരുന്നു? സർ അക്ബർ ഹൈദരി. സർ അക്ബർ ഹൈദറി ആയിരുന്നു ഉസ്മാനിയ യൂണിവേഴ്സിറ്റി 1918 സ്ഥാപിക്കാനായിട്ടുള്ള ഇനീസിയേഷൻ എന്ത് ചെയ്തത്, എടുത്തിട്ടുണ്ടായിരുന്ന ആള്. അതിന് 2 വർഷത്തിന് ശേഷം വളരെ ഫേമസ് ആയിട്ടുള്ള അടുത്ത യൂണിവേഴ്സിറ്റി വരികയാണ്. ഏതാണത്? അലിഗർ യൂണിവേഴ്സിറ്റി. ഏതാണ്? അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി വരികയാണ് 1920. ഇതെങ്ങനെയായിരുന്നു നിങ്ങൾക്ക് ഓർമ്മയില്ലേ? എന്തായിരുന്നു? മൊഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് ആണ് സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത് അല്ലെ. അത് ആരായിരുന്നു സ്ഥാപിച്ചത്? വളരെ ഫേമസ് ആയിട്ടുള്ള സർ സയ്യിദ് അഹമ്മദ് ഖാൻ അല്ലെ. സയ്യിദ് അഹമ്മദ് ഖാൻ ആയിരുന്നു എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? മൊഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത്. ഏത് വർഷമാണത് സ്ഥാപിച്ചത്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1875. മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയിലൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളിലൊന്നാണത്. മൊഹമ്മദിയൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ 1875 സ്ഥാപിച്ചത്. ഇതാണ് എന്തായിട്ട് മാറുന്നത്? 1920 അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ആയിട്ട്, അലിഗഡ് സർവകലാശാലയായിട്ട് മാറുന്നത്. അപ്പൊ 1898 സ്ഥാപിക്കപ്പെട്ട സെൻട്രൽ ഹിന്ദു കോളേജ് 1916 എന്ത് ചെയ്യുന്നുണ്ട്? ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി ആയിട്ട് മാറുകയും മുഹമ്മദിയൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ സ്ഥാപിച്ച 1875 സ്ഥാപിക്കപ്പെട്ടത് 1920 അലിഗഡ് യൂണിവേഴ്സിറ്റി ആയിട്ടും എന്ത് ചെയ്യുകയാണ്? മാറുകയാണ്. അതേ വർഷം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് ലക്നൗ യൂണിവേഴ്സിറ്റി സ്ഥാപിക്കപ്പെടുന്നത് കാണാം. ലക്നൗ യൂണിവേഴ്സിറ്റി 1920 തന്നെ സ്ഥാപിക്കപ്പെടുന്നു. ഡൽഹി യൂണിവേഴ്സിറ്റി 1922 നമുക്ക് സ്ഥാപിക്കപ്പെടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിനൊപ്പം ഒരു കാര്യം കൂടി നിങ്ങൾ ആലോചിച്ചോളൂ. ചിലപ്പോൾ ഇതേ വർഷത്തിൽ 1922 എഗെയിൻ നിങ്ങൾ അലഹാബാദ് യൂണിവേഴ്സിറ്റി എന്ന് ചിലപ്പോൾ എവിടെയെങ്കിലും കേൾക്കും. പക്ഷെ അതെന്താ വെച്ചാൽ അലഹാബാദ് യൂണിവേഴ്സിറ്റി ശരിക്കും എപ്പോഴാണ് സ്ഥാപിക്കപ്പെട്ടത്? നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതല്ലേ, 1887 എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതെന്ത് ചെയ്യുകയാണ്? ഇത് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത വർഷമാണ് 22. എന്ത് ചെയ്യുകയാണ്? ഇത് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത വർഷമാണ് 1922. അപ്പൊ അലഹാബാദ് യൂണിവേഴ്സിറ്റി എന്ന് 1922 എവിടെയെങ്കിലും കണ്ടാൽ അത് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ടതാണ് എന്ന കാര്യം എന്ത് ചെയ്താൽ മതി? നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതിയാകും. മനസ്സിലായോ? അപ്പൊ വളരെ പ്രധാനപ്പെട്ട ചില യൂണിവേഴ്സിറ്റികളും അവ സ്ഥാപിക്കപ്പെട്ട വർഷങ്ങളും, ഇനി അവ അതിന് മുൻപ് അവയ്ക്ക് പേര് മറ്റെന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അത് പേരിനെ കുറിച്ചും, സ്ഥാപിച്ചത് ഏതെങ്കിലും പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളാണെങ്കിൽ അവരുടെ പേരും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മളിവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഇത് 2 തലത്തിൽ ഉപകാരങ്ങളാണ്. ഒന്നെന്താണ്? ഒന്ന് നമ്മളുടെ ഈ ഒരു സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ബേസിസിൽ ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരാം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ഭാഗമാണ്. രണ്ടാമത്തത് എന്താണ്? മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഇവയെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇവയെല്ലാം വേണമെങ്കിൽ ഏതെങ്കിലും ഒരു എക്സാമിലൊക്കെ ചോദ്യം വരാവുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പഠിക്കുന്നതിൽ ഒരു നഷ്ടവുമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ അല്ലേ? ഇപ്പൊ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. അപ്പൊ ക്രൗൺ ടേക്ക് ഓവർ ചെയ്തുകൊണ്ടു സാഡ്ലർ യൂണിവേഴ്സിറ്റി കമ്മീഷന്റെ ഭാഗങ്ങളും അതിനുശേഷം വന്ന് യൂണിവേഴ്സിറ്റികൾ കണ്ടു. ശേഷം ഒരു ഹാർട്ടോഗ് കമ്മിറ്റി വരുന്നുണ്ട് 1929. എപ്പോഴാണ്? 1929 ഒരു ഹാർട്ടോഗ് കമ്മിറ്റി വരുന്നുണ്ട്. ഹാർട്ടോഗ് കമ്മിറ്റി അടിസ്ഥാനപരമായിട്ട് പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ജനറൽ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ് കൊടുക്കുന്നത് 29. ഇത് ഹാർട്ടോഗ് കമ്മിറ്റി എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടാണ്, നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. അതായത് എന്ത് ചെയ്യുകയാണ്? പ്രൈമറി എഡ്യൂക്കേഷൻ എന്ത് ചെയ്യുക? കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് പറയുകയാണ്. അതായത് പ്രൈമറി എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കുക, ഡിസർവിംഗ് ആയിട്ടുള്ള ആളുകളെ മാത്രം എന്ത് ചെയ്യുക? യൂണിവേഴ്സിറ്റി തലത്തിലേക്ക് കയറ്റിവിടുക. നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. അതായത് ഹൈസ്കൂൾ തലത്തിലേക്കും ഇന്റർമീഡിയറ്റ് തലത്തിലേക്കും എന്ത് ചെയ്യണം? ഓൺലി ഡിസർവിംഗ് ആയിട്ടുള്ള ആളുകൾ മാത്രമേ ആ തലത്തിലേക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പോവാൻ പറ്റുള്ളൂ. ഏതിലേക്ക്? ഹൈസ്കൂൾ തലത്തിലേക്കും ഇന്റർമീഡിയറ്റ് തലത്തിലേക്കും ഡിസർവിംഗ് ആയിട്ടുള്ള ആളുകൾ മാത്രം എന്ത് ചെയ്യുക? കടന്നു പോവുക. സോ ദാറ്റ് എന്ത് ചെയ്യുക? ഇനി അല്ല, ആവറേജ് സ്റ്റുഡൻസിനെ എന്ത് ചെയ്യുക? വൊക്കേഷണൽ തലത്തിലേക്ക്, വൊക്കേഷണൽ സ്കില്ലുകളിലേക്ക് എന്ത് ചെയ്യുക? ആവറേജ് സ്റ്റുഡൻസിനെ, ഒരുപാട് പഠിക്കാൻ പറ്റാത്ത ആളുകളാണെങ്കിൽ അവരെ വൊക്കേഷണൽ സ്കില്ലുകളിലേക്ക് എന്ത് ചെയ്യുക? തിരിച്ചു വിടുക. ഏതിനു ശേഷം? ഒരു 8th സ്റ്റാൻഡേർഡിന് ശേഷം അവരെ വൊക്കേഷണൽ സ്കില്ലുകളിലേക്ക് തിരിച്ചുവിടുക എന്നെന്ത് ചെയ്യുകയാണ്? ഇവർ പറയുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇതൊക്കെ എന്തിനു വേണ്ടിയാ? യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷന്റെ എന്ത് ചെയ്യുക? ഒരു സ്റ്റാൻഡേർഡ് വർദ്ധിപ്പിക്കാനാണ് അവരുടെ ഉദ്ദേശം. ഓൺലി ഡിസർവിംഗ് സ്റ്റുഡൻസ്, അത്രയധികം പഠിക്കുന്ന കുട്ടികളെ മാത്രം യൂണിവേഴ്സിറ്റി തലത്തിലേക്ക് കയറ്റിവിടുക എന്നാണ് ഹാർട്ടോഗ് കമ്മിറ്റി എന്ത് ചെയ്യുന്നത്? മുന്നോട്ട് വയ്ക്കുന്ന ഒരു നിർദ്ദേശം എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇതിന് ശേഷം വരുന്ന ആളാണ് ഏത്? സർജൻ പ്ലാൻ. ഇത് ഏതാണ്ട് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടാറായി എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. 1944 ഈ ഒരു സർജൻ എന്താ പറയുക പ്ലാൻ ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇന്റർമീഡിയറ്റ് കോഴ്സ് ഒക്കെ അവർ അബോളിഷ് ചെയ്യും. മനസ്സിലാവുന്നുണ്ടല്ലോ? അതായത് ഒരു എന്താ പറയുന്നത്, ഒരു 20 വയസ്സ് വരെയൊക്കെ എന്താണ് ഒരു അഡൾട്ട് ലിറ്ററസി എന്ന രീതിയിൽ അവർ വെക്കുകയാണ്. ടെക്നിക്കൽ, അക്കാഡമിക്, വൊക്കേഷണൽ തലത്തിലുള്ള സ്കൂളുകളെ കുറിച്ചൊക്കെ സംസാരിക്കുകയാണ്. അപ്പം അതായത് ഒരു 40 വർഷം കൊണ്ട് ഈ സർജൻ പ്ലാനിലെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഒരു 40 വർഷം കൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലണ്ടിൻ്റെ എഡ്യൂക്കേഷണൽ തലം എന്താണോ, ഇംഗ്ലണ്ടിൽ ഇപ്പോൾ നിലവിലുള്ള എഡ്യൂക്കേഷൻ തലം എന്താണോ അതിലേക്ക് ഒരു 40 വർഷം കൊണ്ട് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ ഇന്ത്യയിലും എത്തിക്കുക എന്നതായിരുന്നു ഇവർ മുന്നോട്ട് വെച്ചത്. അതായത് ഒരു വളരെ ബോൾഡ് ആയിട്ടുള്ള ഒരു വളരെ നല്ല ശക്തമായിട്ടുള്ളൊരു സ്കീമായിരുന്നു, മനസ്സിലാവുന്നുണ്ട്, ഇവർ മുന്നോട്ട് വെച്ചത്. അതായത് ഇംഗ്ലണ്ടിൻ്റെ ഇപ്പോഴത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ സ്ഥിതി എന്താണോ ആ തലത്തിലേക്കുള്ള ഒരു സയൻറ്റിഫിക് റാഷണൽ തലത്തിലേക്ക് ഇന്ത്യൻ എഡ്യൂക്കേഷനെ കൊണ്ടുപോവുക എന്നതായിരുന്നു ആരുടെ ഉദ്ദേശം? സർജൻ പ്ലാനിൻ്റെ ഒരു ഉദ്ദേശം. ഇവർ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? വയസ്സുകൾ ഉൾപ്പെടെ പറയുന്നുണ്ട്. അതായത് പ്രൈമറി എഡ്യൂക്കേഷൻ എവിടെയാണ്, പ്രീ പ്രൈമറി ഉൾപ്പെടെ പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ്റെ വയസ്സ് എത്രയാണ് എന്നവർ പറയുന്നുണ്ട്. 3 മുതൽ 6 വരെ പ്രീ പ്രൈമറി കൊടുക്കുക. അതിനുശേഷം പ്രൈമറി എഡ്യൂക്കേഷൻ എന്ത് ചെയ്യുക? ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ. എന്താണ് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ? ഒരു 6 വയസ്സ് മുതൽ 11 വയസ്സ് വരെ എന്ത് ചെയ്യുക? കൊടുക്കുക. അതിനുശേഷം ഹൈസ്കൂൾ എഡ്യൂക്കേഷനിലേക്ക് കടക്കുക. ഹൈസ്കൂൾ എഡ്യൂക്കേഷൻ ഒരു 11 മുതൽ 17 വയസ്സ് വരെ ഹൈസ്കൂൾ എഡ്യൂക്കേഷൻ കൊടുക്കുക. മനസ്സിലാവുന്നുണ്ടോ? ഇതിന് ശേഷം എന്താണ്? ഒരു യൂണിവേഴ്സിറ്റി കോഴ്സ് എത്രയാണ്? യൂണിവേഴ്സിറ്റി കോഴ്സ് ഓഫ് 3 years. എത്രയാണ്? ഹയർ സെക്കൻഡറിയുടെ ശേഷം, ഹയർ സെക്കൻഡറി തലത്തിലുള്ള പഠനത്തിന് ശേഷം എന്താണ്? ഒരു 3 വർഷത്തെ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ എന്ത് ചെയ്യുക? കൊടുക്കുക. എന്നീ തലത്തിൽ വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള 40 വർഷത്തെ കൊണ്ട് ഈ ഒരു പാറ്റേണിൽ പോയിട്ട് ഇംഗ്ലണ്ടിന്റെ സ്ഥിതി എന്താണോ ഇപ്പോൾ ആ തരത്തിലേക്ക് എഡ്യൂക്കേഷണൽ സിസ്റ്റം കൊണ്ടുവരിക എന്ന തരത്തിലേക്കുള്ള ഒരു പ്ലാൻ ആയിരുന്നു ഏത്? സർജൻ പ്ലാൻ ഉണ്ടായിരുന്നത്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഇത് പക്ഷെ എന്തായിരുന്നു? ഇന്ത്യൻ കണ്ടീഷന് ചേരുമോ എന്ന സംശയം ആ കാലഘട്ടത്തിലെ പല ആളുകൾക്കും ഉണ്ടായിരുന്നു എന്നുകൂടി നിങ്ങൾ ആലോചിക്കുക. മനസ്സിലായോ? അപ്പോൾ ഇതോടുകൂടിയിട്ട് പ്രീ ഇൻഡിപെൻഡൻറ്റ് തലത്തിലുള്ള പ്രധാനപ്പെട്ട എഡ്യൂക്കേഷൻ കമ്മീഷനുകളെല്ലാം അവസാനിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഇത് നിങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് ആലോചിക്കാം. ഇതായിരുന്നു നമ്മളുടെ എവിടെ നമുക്ക് പഠിക്കാനായിട്ടുണ്ടായിരുന്നത്? നമ്മളുടെ ഫസ്റ്റ് ചാപ്റ്റർ ആദ്യത്തെ ചാപ്റ്ററില്ലേ നമ്മളുടെ ഏതായിരുന്നു? നമ്മുടെ രാധാകൃഷ്ണൻ കമ്മീഷന്റെ ഫസ്റ്റ് ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ, കമ്മീഷനുകളെ കുറിച്ചായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? നമ്മൾ എഗെയിൻ എന്താണ്? രാധാകൃഷ്ണൻ കമ്മീഷന്റെ ജനറൽ ആയിട്ടുള്ള ചില സ്വഭാവങ്ങളിലേക്ക് എഗെയിൻ വരികയാണ്. യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷന്റെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിലേക്ക് വരികയാണ് നമ്മൾ എഗെയിൻ. എന്തായിരുന്നു ഈ ഒരു കമ്മീഷൻ ഇനാഗുറേറ്റ് ചെയ്തത്? ആരാണ് ഈ കമ്മീഷൻ ഇനാഗുറേറ്റ് ചെയ്യുന്നത്? അത് മൗലാന അബുൽ കലാം ആസാദ് ആയിരുന്നു. ആരായിരുന്നു? മൗലാന അബുൽ കലാം ആസാദ്. ഇദ്ദേഹം ആ സമയത്ത് ആരായിരുന്നു? മൗലാന അബുൽ കലാം ആസാദ് ആ സമയത്ത് നമ്മളുടെ എന്തായിരുന്നു? എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആയിരുന്നു. ആരായിരുന്നു? നമ്മളുടെ കേന്ദ്രത്തിലെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആയിരുന്നു ശ്രീ മൗലാന അബുൽ കലാം ആസാദ്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ എന്താ പറയുന്നത്? നമുക്കറിയാം മൗലാന അബുൽ കലാം ആസാദിന്റെ പിറന്നാളാണ് ഇത് 11th of September. അതെ, 11th of September ആണ് മൗലാന അബുൽ കലാം ആസാദിന്റെ ജന്മദിനം. ഈ ജന്മദിനമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നാഷണൽ എഡ്യൂക്കേഷൻ ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നത്. ഏത് ദിവസമാണ്? മൗലാന അബുൽ കലാം ആസാദിന്റെ പിറന്നാൾ ദിവസമായിട്ടുള്ള 11th September ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആചരിക്കുന്നത്. മൗലാന അബുൽ കലാം ആസാദിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു അറിയേണ്ട ഒരാൾ തന്നെയാണ്. അതായത് 1905 വിപ്ലവകാരികളുടെ ടീച്ചേഴ്സ് എന്നൊക്കെ അറിയപ്പെടുന്ന ആരായിരുന്നു? അരബിന്ദുവിൻ്റെയും അതുപോലെ തന്നെ ശ്യാം സുന്ദർ ചക്രവർത്തിയുടെയൊക്കെ കീഴിൽ റവല്യൂഷണറി ആയിട്ട് സ്വാതന്ത്ര്യ സമരത്തിലേക്ക് പ്രവേശിച്ച ഒരാളാണ് ആര്? ശ്രീ മൗലാന അബുൽ കലാം ആസാദ്. അതിനുശേഷം 1920 എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1920 അദ്ദേഹം എന്ത് ചെയ്യുകയാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് ചേർന്ന് കൃത്യം 3 വർഷത്തിനപ്പുറം 1923 യങ്ങസ്റ്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്താണ്? പ്രസിഡന്റ് ആയിട്ട് മാറുകയാണ്. ആര്? ശ്രീ മൗലാന അബുൽ കലാം ആസാദ്. മനസ്സിലാവുന്നത്? യങ്ങസ്റ്റ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയി മാറുകയാണ് മൗലാന അബുൽ കലാം ആസാദ്. അതിനുശേഷം 1935 ജാമിയ മിലിയ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? ജാമിയ മിലിയ ഇസ്ലാമിയ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ജാമിയ മിലിയ ഇസ്ലാമിയ എന്ന് പറഞ്ഞിട്ട് ഡൽഹിയിൽ ജാമിയ മിലിയ ഇസ്ലാമിയ സ്ഥാപിക്കാനായിട്ട് ഏറ്റവും അധികം എന്താ പറയുന്നത് ഒരു സപ്പോർട്ട് കൊടുത്ത ഒരാളായിരുന്നു. അതുപോലെ തന്നെ പിന്നീട് നമ്മൾ കാണും നമ്മളുടെ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ UGC എന്ന് പറയും. അതിൻ്റെ ഒരു ഫോർമേഷന് വേണ്ടിയിട്ടും പ്രധാനപ്പെട്ട ഒരു ആളായിട്ട് ആക്ട് ചെയ്ത ആരായിരുന്നു? വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ആ സമയത്ത് മൗലാന അബുൽ കലാം ആസാദ് തന്നെയായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം 1992 എന്ത് ചെയ്തിട്ടുണ്ട്? ഇദ്ദേഹത്തിന് രാജ്യം ഭാരതരത്ന കൊടുത്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഇദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട് എന്ന കാര്യം കൂടി നിങ്ങൾ ആലോചിക്കുക. മനസ്സിലായോ? അപ്പോൾ അബുൽ കലാം ആസാദിനെ കുറിച്ച് ജനറലി ചില കാര്യങ്ങൾ പറഞ്ഞു വന്നേ ഉള്ളൂ. അപ്പോൾ മൗലാന അബുൽ കലാം ആസാദ് ഇനാഗുറേറ്റ് ചെയ്ത ഈ ഒരു കമ്മീഷനിൽ 10 മെമ്പർമാരാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷനിൽ എത്ര പേരാണുള്ളത്? യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓഫ് 1948
യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓഫ് 1948 ആകെയുള്ള അംഗങ്ങളുടെ എണ്ണം 10 പേരായിരുന്നു. അതിലെ ചെയർമാൻ്റെ പേര് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം അല്ലേ? ആരായിരുന്നു? ഡോക്ടർ എസ് രാധാകൃഷ്ണനായിരുന്നു ഈ കമ്മീഷന്റെ ചെയർമാൻ സ്ഥാനത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ചെയർമാൻ ആയിട്ടുള്ള ഈ കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരെല്ലാം എന്ന കാര്യം ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? അതൊന്ന് മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. ആ കാര്യം നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? അത് കൃത്യമായിട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ എന്ന പേര് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാം. കാരണം ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ എന്നാണെന്ന് അറിയപ്പെടുന്നത് എന്ന് നിങ്ങൾക്കറിയാം. പക്ഷേ ഒന്നാമത്തെ ഫസ്റ്റ് ഇൻഡിപെൻഡന്റ് ഇന്ത്യയിൽ ആദ്യ കമ്മീഷൻ ആയതുകൊണ്ട് തന്നെ ബാക്കി അംഗങ്ങളുടെ പേര് കൂടി നമ്മൾ പഠിച്ചു വെക്കേണ്ടതുണ്ട്. ഈ കമ്മീഷനിലെങ്കിലും അത് നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് ഓർത്ത് വെക്കാനായിട്ട് ശ്രമിക്കണം. നോക്കൂ, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ശേഷം നമുക്ക് എന്താ പിന്നെ 9 പേരുണ്ടല്ലേ? അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം? 3 3 3 ആയിട്ടൊന്ന് പഠിച്ചു വെക്കാം. എത്ര പേരായിട്ട് പഠിച്ചു വെക്കാം? 3 3 പേരായിട്ട് പഠിച്ചു വെക്കാം. ഇതിലെ ആദ്യത്തെ 3 പേര് നമുക്ക് പരിചിതമായ പേരുകളാണ്. പല തലത്തിൽ നമ്മൾ സ്വതന്ത്ര ഇന്ത്യയുടെയും ഇൻഡിപെൻഡൻസിന് മുകളിലുള്ള സമയത്തുള്ള ഹിസ്റ്ററി പഠിക്കുമ്പോൾ കേട്ട 3 പേരുകളാണ് ആദ്യത്തെ ആളുകൾ. ആരൊക്കെയാണ്? ഒന്ന് ഡോക്ടർ താരാചന്ദാണ്, മറ്റൊന്ന് സക്കീർ ഹുസൈൻ ആണ്, മറ്റൊന്ന് ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാരാണ്. മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പോൾ ഡോക്ടർ താരാചന്ദ്, സക്കീർ ഹുസൈൻ, ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ, ഈ 3 പേരുകൾ നിങ്ങൾക്ക് ഏതാണ്ട് കേട്ട് പരിചയം ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇനി പിന്നെ 3 പേര് പുറമേ നിന്നുള്ള ആളുകളാണ്. ആ 3 പേരുകളും എന്താണ്? നോക്കൂ നിങ്ങൾ. ഒന്ന് ഡോക്ടർ ജെയിംസ് എഫ് ഡഫ് ആണ്, ഒന്ന് ഡോക്ടർ ആർതർ ഇ മോർഗൻ ആണ്, മറ്റൊന്ന് ഡോക്ടർ ജോൺ ജെ ടിഗേർട്ട് ആണ്. ഇവരെ നമ്മൾ വിവിധങ്ങളായിട്ടുള്ള ഇന്റർനാഷണലി ചില ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ വർക്ക് ചെയ്ത ചില ആളുകളാണ് ഇവരൊക്കെ. ചില ആളുകൾ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് തലത്തിൽ വർക്ക് ചെയ്ത ചില ആളുകളാണ്. ഈ രീതിയിലുള്ള 3 ആളുകളെ നമ്മൾ എന്ത് ചെയ്തു? ഇതിലേക്ക് എടുത്തു. ഡോക്ടർ ജെയിംസ് എഫ് ഡഫ്, അതായത് ഇവരൊക്കെ എഡ്യൂക്കേഷൻ തലത്തിൽ യൂണിവേഴ്സിറ്റി തലത്തിലുള്ള പോളിസി മേക്കിങ്ങിൽ വളരെയധികം പരിചയമുള്ള ആളുകളാണ്. അതുകൊണ്ടാണ് ഡോക്ടർ ജെയിംസ് എഫ് ഡഫിനെയും ഡോക്ടർ ആർതർ ഇ മോർഗനെയും ഡോക്ടർ ജോൺ ജെ ടിഗേർട്ടിനെയും നമ്മൾ സെലക്ട് ചെയ്യുന്നത്. സോ ജെയിംസ് ഉണ്ട്, ആർതർ ഉണ്ട്, ജോണും ഉണ്ട്. ആരൊക്കെയാണ്? ജെയിംസ്, ആർതർ, ജോൺ. മനസ്സിലായല്ലോ? ജെയിംസ്, ആർതർ ആൻഡ് ജോൺ. ഓക്കെ, സംശയം ഉണ്ടാവരുത്. അപ്പോൾ ഡോക്ടർ താരാചന്ദനെ നമ്മൾ കണ്ടു, സക്കീർ ഹുസൈനെ കണ്ടു, ലക്ഷ്മണസ്വാമി മുതലിയാരെ കണ്ടു. 3 പേര് നമുക്ക് പരിചിതമായ താരാചന്ദും സക്കീർ ഹുസൈനും ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ. ഞാനിത് എന്ത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെന്ന് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പല തവണ കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ചില കാര്യങ്ങൾ ഉറയ്ക്കും. ഓക്കെ, പല തവണ കേൾക്കണം. നിങ്ങൾ ഇപ്പോൾ തന്നെ ഞാൻ ഈ പറയുന്നതിനൊപ്പം തന്നെ പഠിക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ 10 പേരും ഓർത്ത് വെക്കാൻ പറ്റില്ല, പക്ഷെ ഒരു 4 5 പേര് നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ പറ്റും. ചിലപ്പോൾ മൾട്ടിപ്പിൾ ഓപ്ഷൻ തരുന്ന സമയത്ത് ഈ പേര് ഇതിൽ ഇല്ല എന്നെങ്കിലും നിങ്ങൾക്ക് ഓർക്കാൻ ചിലപ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇപ്പം തന്നെ നിങ്ങൾ എൻ്റെ ഒപ്പം തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. സോ ദാറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പിന്നീട് റിവൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചിലപ്പോൾ ഓർത്തെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ റിവൈസ് ചെയ്യാണ്ട് പോയാൽ തന്നെ ചിലപ്പോൾ ചില സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും? ഓപ്ഷൻ കാണുമ്പോൾ ഇല്ല, ലക്ഷ്മണസ്വാമി മുതലിയാർ ഉണ്ടായിരുന്നു, എനിക്ക് ഓർമ്മയുണ്ട്, താരാചന്ദു ഉണ്ടായിരുന്നു, സക്കീർ ഹുസൈൻ ഉണ്ട്, അത് ആദ്യത്തെ 3 പേരുകൾ അവരാണ്, അപ്പൊ ഇവരുണ്ട്. അപ്പൊ ഇത് കണ്ട് ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓപ്ഷൻസ് നോക്കിയിട്ട് ഈ പേരില്ലാത്ത ഓപ്ഷൻ തന്നാൽ നമുക്ക് അതൊക്കെ എലിമിനേറ്റ് ചെയ്യാൻ ചിലപ്പോൾ സാധിക്കും. മനസ്സിലാവുന്നുണ്ടോ? സോ ഡോക്ടർ താരാചന്ദ്, സക്കീർ ഹുസൈൻ, ലക്ഷ്മണസ്വാമി മുതലിയാർ, ജെയിംസും ആർതറും ജോണും അല്ലെ? ഡോക്ടർ ജെയിംസ് എഫ് ഡഫ്, ഡോക്ടർ ആർതർ ഇ മോർഗൻ, ഡോക്ടർ ജോൺ എഫ് ടിഗേർട്ട്. അപ്പൊ ജെയിംസും ആർതറും ജോണും. ഇനി അടുത്തത് ഡോക്ടർ മേഘനാഥ് സാഹ, ഡോക്ടർ കർമ്മ നാരായൺ ബഹൽ, ശ്രീ നിർമ്മൽ കുമാർ സിദ്ധാന്ത. ഇവരായിരുന്നു ഏത്? പിന്നീടുള്ള 3 ആൾക്കാർ. മനസ്സിലാവുന്നുണ്ടോ? ഡോക്ടർ മേഘനാഥ് സാഹ, ഡോക്ടർ കർമ്മ നാരായൺ ബഹൽ, ശ്രീ നിർമ്മൽ കുമാർ സിദ്ധാന്ത. ഇവരായിരുന്നു പിന്നീട് വന്നിട്ടുണ്ടായിരുന്ന ആളുകൾ. അപ്പൊ ഈ രീതിയിൽ 10 മെമ്പർമാരായിരുന്നു ഏതിലുണ്ടായിരുന്നത്? യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓഫ് 1948 ഉണ്ടായിരുന്നത്, ലെഡ് ബൈ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. മനസ്സിലായോ? അപ്പൊ അംഗങ്ങളുടെ പേരുകളിൽ നിങ്ങൾ മറക്കാൻ പാടില്ല. ഓക്കെ ആണ് എന്ന് വിശ്വസിക്കുകയാണ്. ഇനി അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ്. എങ്ങനെയായിരുന്നു ഇവരുടെ പഠന രീതി? ഇവരുടെ മെത്തേഡ് ഓഫ് സ്റ്റഡി എന്തായിരുന്നു? ഇത് ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് തലത്തിൽ ചോദിക്കുകയാണെങ്കിൽ നിങ്ങളൊന്ന് ഓർത്ത് വെക്കേണ്ട കാര്യമാണ്. ഇവര് എങ്ങനെയാണ് ഇൻഫർമേഷൻ ശേഖരിച്ചറിയോ? അതായത് കുറെ ആളുകളോട് സംസാരിക്കേണ്ടതുണ്ട് അല്ലെ? എങ്ങനെയാണ്, നിങ്ങൾ എന്താണ് നിങ്ങളുടെ യൂണിവേഴ്സിറ്റികളുടെ പ്രശ്നങ്ങൾ? നമ്മൾ ആദ്യമേ കണ്ടു അല്ലേ? എന്തൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങൾ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? പ്രധാനമായിട്ടും ഇഷ്യൂസ് തിരിച്ചറിയലും അതിൻ്റെ റെമേഡിയൽ മെഷേഴ്സ് നിർദ്ദേശിക്കലുമായിരുന്നു കമ്മീഷന്റെ ഉദ്ദേശം അല്ലേ? അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യേണ്ടതുണ്ട്?
കുറേ ആളുകളോട് സംസാരിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവർ ക്വസ്റ്റിനെയറുകൾ ഉണ്ടാക്കിയിട്ടാണ് ഇവർ ചെയ്തത്. എങ്ങനെയാണ് ചെയ്തത്? ദേ മെയ്ഡ് ക്വസ്റ്റിനെയറുകൾ അവർ ഉണ്ടാക്കുകയും ഇതെന്ത് ചെയ്തു? ഇത് വിതരണം ചെയ്തു. ആരുടെ അടുത്തേക്കൊക്കെ അവർ കൊടുത്തത്? ഇത് ഒന്ന് പബ്ലിക്കിൻ്റെ കുറേ ആളുകളിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ ഇവരെന്ത് ചെയ്തു അറിയോ നിങ്ങൾക്ക്? കുറേ ആളുകൾ എന്ത് ചെയ്തു? ഇൻ്റർവ്യൂ ചെയ്തു. ആരൊക്കെയായിരുന്നു ഇത്? ഡിഫറെൻറ്റ് പീപ്പിൾ ഇതിലുണ്ടായിരുന്നു. ടീച്ചർമാരുണ്ടായിരുന്നു, സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു, സ്റ്റാഫ് ഉണ്ടായിരുന്നു. ഈ രീതിയിൽ ഇവർ വിവിധങ്ങളായിട്ടുള്ള യൂണിവേഴ്സിറ്റികൾ വിസിറ്റ് ചെയ്യുകയും അവിടങ്ങളിലുള്ള ഇവരോടെല്ലാം ഇൻ്റർവ്യൂ നടത്തുകയും ഇവർക്കെല്ലാവർക്കും ക്വസ്റ്റിനെയറുകൾ വിതരണം ചെയ്യുകയും അവയിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ അവരുടെ നിർദ്ദേശങ്ങളും മറ്റും പൂരിപ്പിച്ച് വാങ്ങുകയും ചെയ്തു. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഇനി ഈ കമ്മീഷൻ പ്രധാനമായിട്ടും ഉദ്ദേശിച്ചത് എന്തായിരുന്നു? എന്തൊക്കെയാണ് ഈ കമ്മീഷന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങൾ എന്ന് ചോദിച്ചാൽ ഈ 2 കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി ഓർത്ത് വെക്കണം. ഒന്നാമത്തേത്, the first one was to study the problems of university education in India and to suggest improvements for the development of university education. അതായത് പ്രധാനമായിട്ടും ഉദ്ദേശിച്ചത് ഇന്ത്യയുടെ നിലവിലെ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷനിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്, ആ പ്രശ്നങ്ങൾ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ ഡെവലപ്പ് ചെയ്യാനായിട്ട് എന്തൊക്കെയാണ് മാർഗങ്ങളുള്ളത്. രണ്ടാമതായിട്ട്, റീകൺസ്ട്രക്ഷൻ ഓഫ് യൂണിവേഴ്സിറ്റീസ് ആർ എസെൻഷ്യൽ ഫോർ ദ സോഷ്യോ എക്കണോമിക് ഡെവലപ്മെന്റ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. അതായത് നമ്മളുടെ യൂണിവേഴ്സിറ്റികളുടെ റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ഒരു സാമൂഹിക അതുപോലെ തന്നെ സാമ്പത്തിക വികസനത്തിന്, എന്തൊക്കെയാണ്? സാമ്പത്തിക വികസനത്തിന്, സാമ്പത്തിക വികസനത്തിന് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ ഒരു റീകൺസ്ട്രക്ഷൻ എന്നത് നമുക്ക് അറിയാമായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഇതിന് കാരണം നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ ഓൾറെഡി ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്? വെറും 12% മാത്രം ലിറ്ററസി ഉള്ളൊരു രാജ്യമാണ് നമ്മുടേത്. ഈ രാജ്യം ഇനി എന്ത് ചെയ്യേണ്ടതുണ്ട്? ഒറ്റയ്ക്കാണ്. ഇനി ബ്രിട്ടീഷുകാർ പോയി, ഇനി നമ്മൾ ഒറ്റയ്ക്ക് പോളിസികൾ ക്രിയേറ്റ് ചെയ്യണം. ആരാണ് പോളിസികൾ ക്രിയേറ്റ് ചെയ്യുക? ഈ ക്രിയേറ്റ് ചെയ്ത പോളിസീസ് ആരാണ് നടപ്പിലാക്കുക? ആരാണ് സയൻസ് ആൻഡ് ടെക്കിൽ റിസർച്ച് നടത്തുക? ഇതിനെല്ലാം നമുക്ക് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മാസിനെ ആവശ്യമുണ്ട്. ഈ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള മാസ് എവിടെ നിന്നാണ് പുറത്തേക്ക് വരേണ്ടത്? യൂണിവേഴ്സിറ്റികളിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ദ റീകൺസ്ട്രക്ഷൻ ഓഫ് ദ യൂണിവേഴ്സിറ്റീസ് വാസ് ഓഫ് പാരാമൗണ്ട് ഇമ്പോർട്ടൻസ്. മനസ്സിലാവുന്നുണ്ടോ? അത്രയധികം പ്രാധാന്യമുള്ള ഒരു കാര്യമായിരുന്നു. ഇതായിരുന്നു ആരുടെ എയിം എന്ന് പറയുന്നത്? പ്രധാനമായിട്ടും കമ്മീഷന്റെ എയിം. മനസ്സിലാവുന്നുണ്ടോ? എന്താണ് ഉദ്ദേശം? കമ്മീഷന്റെ എയിം ഇതായിരുന്നു. മനസ്സിലായോ? കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ഇനി നമ്മൾ പോവുകയാണ്, എന്തൊക്കെയാണ് കമ്മീഷന്റെ റെക്കമെൻഡേഷൻസ് ഉണ്ടായിരുന്നത്? വാട്ട് വേർ ദ റെക്കമെൻഡേഷൻസ് ഓഫ് ദ കമ്മീഷൻ? അല്ലെങ്കിൽ കമ്മീഷന്റെ റിപ്പോർട്ട് എന്തായിരുന്നു? വാട്ട് വാസ് ദ റിപ്പോർട്ട് സബ്മിറ്റഡ് ബൈ ദ കമ്മീഷൻ ഓൾ അബൌട്ട്? അതാണ് നമ്മൾ ഇനി എന്ത് ചെയ്യാൻ പോകുന്നത്? കാണാൻ പോകുന്നത്. ആദ്യം നമ്മൾ അതിൽ കാണാൻ പോകുന്നത് എന്തൊക്കെയാണ് കമ്മീഷന്റെ റിപ്പോർട്ടിലെ ചാപ്റ്റേഴ്സ് എന്നതാണ് നമ്മൾ കാണാൻ പോകുന്നത്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ ഓൾറെഡി എന്താണ് നമ്മൾ കണ്ടിരുന്നു അല്ലേ? പ്രീ ഇൻഡിപെൻഡൻസിന് മുമ്പ് ബ്രിട്ടീഷുകാരുടെ സമയത്ത് ഏതെല്ലാം കമ്മീഷനുകളാണ് സ്ഥാപിക്കപ്പെട്ടത്, ഏതെല്ലാം കമ്മീഷനുകളെ നിയമിച്ചിരുന്നു എന്നതായിരുന്നു ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ മൊത്തം 18 ചാപ്റ്റർ ഉണ്ട് എന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പം ഏതൊക്കെയാണ് ആ ചാപ്റ്ററുകൾ എന്ന് നിങ്ങൾ ബ്രീഫ്ലി ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കുക. അതായത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ള ഒരു പ്രവണതയാണ് PSCയുടെ. അതായത് ഇപ്പോൾ ഇൻഫർമേഷൻ കമ്മീഷൻ റിലേറ്റഡ്, അതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിലുള്ള വിവിധങ്ങളായിട്ടുള്ള കമ്മീഷൻ, ഇവരുടെയൊക്കെ റിപ്പോർട്ടിലെ ഇപ്പോൾ എന്താ പറയുന്നത്, തേർഡ് പാർട്ടി, ഇപ്പോൾ ഇൻഫർമേഷൻ കമ്മീഷൻ വെച്ചാൽ തേർഡ് പാർട്ടി ഇൻഫർമേഷൻ ഏത് ചാപ്റ്ററിലാണ് അല്ലെങ്കിൽ ഏത് സെക്ഷനിലാണ് അത് പറയുന്നത് എന്നൊക്കെ രീതിയിലുള്ള ചില സ്റ്റേറ്റ്മെൻറ്റുകൾ നമ്മൾ ചിലപ്പോൾ കണ്ടുവരാറുണ്ട്. ചില ചോദ്യങ്ങൾ ഡയറക്റ്റ്ലി കണ്ടുവരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു റിപ്പോർട്ടിൻ്റെ ചാപ്റ്ററുകളെല്ലാം നിങ്ങളോട് പഠിക്കാൻ പറയുന്നത് ഒരു ആർക്കും അത് ഇനി വരാൻ പോകുന്ന എല്ലാ കമ്മീഷൻ്റെയും എല്ലാ ചാപ്റ്ററും ഇങ്ങനെ കാണാതെ പഠിക്കുക എന്ന് വെച്ചാൽ അത് സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യമല്ല. പക്ഷേ ഇതിലെ ചില കാര്യങ്ങൾ, ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കാനായിട്ട് പറ്റുകയാണെങ്കിൽ എന്ത് ചെയ്യുക? ശ്രദ്ധിക്കുക. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ
ടീച്ചിങ് സ്റ്റാഫിനെ കുറിച്ച്, സ്റ്റാൻഡേർഡ് ഓഫ് ടീച്ചിങ്ങിനെ കുറിച്ച് ഏത് ചാപ്റ്ററാണ്, ഈ രീതിയിൽ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഇപ്പോൾ ഫൈനാൻസിനെ കുറിച്ച് ഏത് ചാപ്റ്ററിലാണ് പറയുന്നത്. അപ്പോൾ നോക്കുന്ന സമയത്താണ് 14ലാണ് ഫൈനാൻസിനെ കുറിച്ച് സംസാരിക്കുന്നത്. വിമൺ എഡ്യൂക്കേഷനെ കുറിച്ച് എവിടെയാണ് പറയുന്നത്, അതെവിടെയാണ് 12ാമത്തെ ചാപ്റ്ററിലാണ് വിമൺ എഡ്യൂക്കേഷനെ കുറിച്ച് സംസാരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഈ രീതിയിൽ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷനെ കുറിച്ച് ഏത് ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഏതിലായിരുന്നു? 9ാമത്തെ ചാപ്റ്ററിലാണ് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷനെ കുറിച്ച്. ഏത് ഭാഷയിലാണ് ഇൻസ്ട്രക്ഷൻ, പ്രൈമറി തലത്തിൽ ഏതിൽ കൊടുക്കണം, സെക്കൻഡറി തലത്തിൽ ഏതിൽ കൊടുക്കണം, യൂണിവേഴ്സിറ്റി തലത്തിൽ വരികയാണ് ഏതിൽ കൊടുക്കണം, ഈ തരത്തിലുള്ള എന്താണ് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ. യൂണിവേഴ്സിറ്റീസിനെ കുറിച്ചാണ് പറയുന്നത്, ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞതാണ്. അപ്പോൾ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഏതിനെക്കുറിച്ച്, റിലീജിയസ് എഡ്യൂക്കേഷൻ ആവശ്യമാണോ, അത് കൊടുക്കേണ്ടതുണ്ടോ, പ്രൊഫഷണൽ എഡ്യൂക്കേഷനെ കുറിച്ച് സംസാരിക്കുന്നത് ഏതാണ്, അതേതാണെന്ന് നോക്കൂ നിങ്ങൾ. ഏതാണ്? 7ാമത്തെ ചാപ്റ്ററിലാണ് പറയുന്നത്. ഈ രീതിയിൽ എന്ത് ചെയ്യുക, ഒരു ജനറൽ ഐഡിയ ഒന്ന് ഉണ്ടാക്കി വെക്കാൻ ശ്രമിക്കുക. മനസ്സിലാവുന്നുണ്ടോ? ഇത് 2-3 തലം ഒന്ന് പോസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഒന്ന് നോക്കുക. ഇത് ഞാൻ അഗൈൻ പറയുന്നു, ഇത് മുഴുവൻ കാണാതെ പഠിക്കണമെന്നോ ഇതിന് എന്തായാലും ചോദ്യം വരുമെന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം നിങ്ങൾക്ക് മനസ്സിലായിട്ടെന്ന് വിശ്വസിക്കുന്നു. ഇപ്പം ഏതാണ് നമ്മളുടെ ഇൻഫർമേഷൻ കമ്മീഷനിലും അതുപോലെ തന്നെ ചില പ്രധാനപ്പെട്ട കമ്മീഷനിലൊക്കെ ഏത് സെക്ഷനിലാണ് ഇത് പറയുന്നത്. ഇപ്പോൾ IT റൂൾസ്, IT ആക്ടിൻ്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൈബർ ടെററിസം ഏത് സെക്ഷനാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ 66A കുറിച്ച് ഇല്ലാതാക്കിയത് എന്തുകൊണ്ട്, 66B, C, D, E, F നമ്മൾ പഠിക്കാറുണ്ട് അല്ലേ. അപ്പോൾ ഇത്തരത്തിൽ ചില എന്താണ് ഭാഗങ്ങളിൽ നിന്ന് ഇത്തരത്തിലുള്ള ചാപ്റ്ററുകൾ ഏത് സെക്ഷൻ ഏതുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. ഇവിടെ നിന്ന് വരുമോ എന്ന് ചോദിക്കാൻ നമുക്ക് മുൻകാല എന്താ പറയുക, നമുക്ക് എക്സ്പീരിയൻസുകളില്ല. അതുകൊണ്ട് തന്നെ എന്തായാലും വരുമെന്നോ എന്തായാലും വരില്ലെന്നോ ആർക്കും പറയാൻ പറ്റില്ല. അങ്ങനെ ആരെങ്കിലും ഉറപ്പിച്ച് പറഞ്ഞാൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ, അവർ അത് വെറുതെ ചുമ്മാ ഫ്ലൂക്ക് അടിക്കുകയാണ്, അവർക്ക് അത് അറിയില്ല. അതുകൊണ്ടാണ് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. പക്ഷേ എന്ത് പറയാം, നമുക്ക് ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ്, നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും അല്ലേ. അപ്പോൾ ഇതിലെ പ്രധാനപ്പെട്ട ചാപ്റ്ററുകൾ ഒന്ന് ഓർത്ത് വെക്കുക. ഇതിൽ ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ് നമ്മൾ മുഴുവനായിട്ട് എന്ത് ചെയ്തിരിക്കുന്നു, ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ട്. ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ്. ഇനി നമ്മൾ കടക്കാൻ പോകുന്ന എവിടേക്കാണ്? എയിംസ് ഓഫ് ദ യൂണിവേഴ്സിറ്റി. ഇനി നിങ്ങൾ ഒരു കാര്യം വിചാരിക്കരുത്, നമ്മൾ ഇതിലെ 18 ചാപ്റ്റർ ഇരുന്ന് ഇങ്ങനെ പഠിക്കാൻ പോവുകയല്ല. ഇതിലെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പോവുകയാണ്, നമ്മൾ കാണാൻ പോവുകയാണ്. കാരണം ഞാൻ പറഞ്ഞു, ഏതാണ്ട് 750ഓളം പേജുള്ള ഒരു ഡോക്യുമെന്റ് ആണിത്. അപ്പോൾ ഇതിലെല്ലാം പഠിച്ചു പോകുക പറഞ്ഞാൽ അത് മാത്രമേ നമുക്ക് ഈ സ്പെഷ്യൽ ടോപ്പിക്കിൽ പഠിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ത് ചെയ്യുകയാണ്, നമ്മളൊന്ന് കവർ ചെയ്ത് പോകാൻ പോവുകയാണ്. സോ ഹിസ്റ്റോറിക്കൽ റെട്രോസ്പെക്ട് നമ്മൾ എന്ത് ചെയ്തു, കൃത്യമായിട്ടൊരു ക്ലാസ് എടുത്ത് തന്നെ പഠിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുകയാണ്, എയിംസ് ഓഫ് ദ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ എന്ന് നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഇപ്പോൾ ഇന്ന് ബാക്കിയുള്ള സമയത്തേക്ക് നമ്മളൊന്ന് പഠിക്കാനായിട്ട് പോവുകയാണ്. തയ്യാറല്ലേ നിങ്ങൾ? അതിലേക്ക് നമുക്ക് കടക്കാം. എഗെയിൻ ഞാൻ പറയുന്നു, വെറുതെ ഒന്ന് എന്ത് ചെയ്യുക, ഓരോ ചാപ്റ്ററും എന്തിനാണ് സൂചിപ്പിക്കുന്നതെന്ന് ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് വന്നേക്കുക. ഫൈൻ. ഇനി വാട്ട് ആർ ദ എയിംസ് ഓഫ് ദ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ? ഇതാണ് 2ാമത്തെ ചാപ്റ്ററിൽ അവർ പ്രധാനമായിട്ടും പറയുന്നത്. സെക്കൻഡ് ചാപ്റ്ററിൽ എന്തിന് നമ്മൾ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷന് ഇമ്പോർട്ടൻസ് കൊടുക്കണം, ഒരു യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കിട്ടി ഇറങ്ങുന്ന ഒരു വിദ്യാർത്ഥിയിൽ നിന്ന് എന്താണ് ഈ രാജ്യം പ്രതീക്ഷിക്കുന്നത്, അതാണ് അടിസ്ഥാനപരമായിട്ട് എയിംസ് ഓഫ് ദ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ എന്ന തലം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു വാക്ക് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക, ന്യൂ ഇന്ത്യ എന്നതാണ് ഈ 2ാമത്തെ ചാപ്റ്ററിലെ എയിംസ് ഓഫ് ദ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷനിലെ ആദ്യത്തെ ഹെഡിങ് അവർ കൊടുത്തിരിക്കുന്നത് എന്താണ്, ന്യൂ ഇന്ത്യ എന്നാണ്. അപ്പോൾ ഓപ്ഷനിൽ ന്യൂ ഇന്ത്യ എന്ന് ഈ എയിംസ് ഓഫ് ദ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷനിൽ കണ്ട ഉടനെ ഉറപ്പിക്കുക, അതുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പിക്കുക. മനസ്സിലാവുന്നുണ്ടോ? ന്യൂ ഇന്ത്യ ഉണ്ട്. ഇനി എന്തൊക്കെയാണ് ഈ എയിംസിൽ ഉദ്ദേശിക്കുന്നത് അറിയോ? ഇവർ പറയുകയാണ്, വി ഷുഡ് കൺസിഡർ ദ ചേഞ്ച് ഇൻ സോഷ്യോ പൊളിറ്റിക്കൽ സിനാരിയോ ഇൻ ഇന്ത്യ. അതായത് കുറേ കാലങ്ങളായിട്ട് ബ്രിട്ടീഷുകാരുടെ ഭരണമാണ് നടക്കുന്നത്. ട്രഡീഷണൽ തലത്തിലുള്ള കുറേ എഡ്യൂക്കേഷൻ സിസ്റ്റം നിലവിലുണ്ട്. ഇന്ത്യയുടെ സാമൂഹികവും രാഷ്ട്രീയവുമായിട്ടുള്ള ഒരു മാറ്റം നടന്നിരിക്കുന്നു. ഒരുപാട് ജനവിഭാഗങ്ങൾ സ്വാതന്ത്ര്യ സമരത്തിനോടൊപ്പം ഉയർത്തെണീറ്റിരിക്കുന്നു. അധകൃത വർഗം എന്ന് വിചാരിച്ച ആളുകൾ പലരും എന്താണ് ഇപ്പോൾ എണീറ്റിട്ടുണ്ട്. അപ്പോൾ സാമൂഹികപരമായിട്ട് നോക്കുകയാണെങ്കിലും അധികാരത്തിലെ രാഷ്ട്രീയപരമായി നോക്കുകയാണെങ്കിലും വന്ന മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് വേണം എന്ത് നടത്താൻ വേണ്ടിയിട്ട്, യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ നടത്താൻ വേണ്ടിയിട്ട്. മനസ്സിലാവുന്നുണ്ടല്ലോ? അതുപോലെ തന്നെ ഈ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കഴിഞ്ഞിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് ദേ ഷുഡ് ബി അവെയർ അബൌട്ട് വാട്ട് ദിസ് സോഷ്യോ പൊളിറ്റിക്കൽ ചേഞ്ച്. അവർക്ക് രാജ്യത്തിൻ്റെ മാറുന്ന സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക, സാംസ്കാരിക തലങ്ങളെ കുറിച്ചിട്ടുള്ള ജ്ഞാനം ആർക്ക് വേണ്ടതുണ്ട്? ഈ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കഴിഞ്ഞിറങ്ങുന്ന ഓരോ വിദ്യാർത്ഥിക്കും വേണ്ടതുണ്ട്. സോ എ ന്യൂ ഇന്ത്യ ഈസ് ഇൻ മേക്കിംഗ്. ആ പുതിയ ഇന്ത്യയെ, ആ നവഭാരതത്തിനെ കുറിച്ചിട്ടുള്ള, അതിൻ്റെ മാറ്റങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു അറിവുള്ള ആളായിരിക്കണം ആര്? യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കഴിഞ്ഞിറങ്ങുന്ന ആളെന്ന് ഇവർ പ്രത്യേകം പറഞ്ഞു. ഇനി ടു പ്രൊവൈഡ് ലീഡർഷിപ്പ് ഇൻ പൊളിറ്റിക്സ്, അഡ്മിനിസ്ട്രേഷൻ, ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ്. നോക്കൂ, എല്ലാ തലങ്ങളെയും എന്ത് ചെയ്യുന്നുണ്ട്, കവർ ചെയ്യുന്നുണ്ട്. ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങളത്?
എന്തിലൊക്കെ ലീഡർഷിപ്പ് വേണം? ഈ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇറങ്ങുന്ന ഒരാൾക്ക് ലീഡ് ചെയ്യാൻ കഴിയണം, നമ്മുടെ ജനതയെ ലീഡ് ചെയ്യാൻ കഴിയണം, നേതൃത്വം കൊടുക്കാൻ സാധിക്കണം. ഏതിലൊക്കെ? രാഷ്ട്രീയത്തിൽ നേതൃത്വം കൊടുക്കാൻ പറ്റുന്ന ആളുകൾ വേണം, ഭരണതലത്തിൽ നേതൃത്വം കൊടുക്കാൻ പറ്റുന്ന ആളുകൾ വേണം, നമ്മളുടെ വ്യവസായശാലകളെ നിയന്ത്രിക്കാൻ പറ്റുന്ന സയൻസ് ആൻഡ് ടെക്നോളജി അറിയുന്ന ആളുകൾ വേണം, കച്ചവടങ്ങൾ MBA തലം ഇപ്പോൾ പുതിയ തലത്തിൽ പറയുകയാണെങ്കിൽ ആ തലത്തിൽ ജ്ഞാനമുള്ള ആളുകൾ വേണം. അപ്പം എല്ലാ മേഖലകളെയും ടച്ച് ചെയ്യുന്ന രീതിയിൽ അവയിൽ എല്ലാത്തിലും ഇന്ത്യയെ മുന്നോട്ട് നയിക്കാൻ കഴിവുള്ള ലീഡർഷിപ്പുള്ള നേതൃപാഠവുമുള്ള ആളുകളെ വേണം യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ എന്ത് ചെയ്യാൻ? നിർമ്മിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ട്രെയിനിങ് ഫോർ ലീഡർഷിപ്പ്, സോഷ്യൽ എഫിഷ്യൻസി, ഡെവലപ്മെന്റ് ഓഫ് നോളജ് ആൻഡ് വിസ്ഡം, ലവ് ഫോർ ഹയർ വാല്യൂസ് ഓഫ് ലൈഫ്, കൾച്ചറൽ പ്രോഗ്രസ്. നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ എന്താണ്? ലീഡർഷിപ്പ് എന്നതിൻ്റെ ഒന്നുകൂടി അതിനും അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുകയാണ്. എന്താണ്? സാമൂഹിക തലത്തിലുള്ള എന്താണ്? ഒരു 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 ചേർച്ച ഉണ്ടാകണം. അതുപോലെ തന്നെ എന്താണ്? ഒരു നോളജിന്റെ വിസ്ഡം ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു എന്ത് വേണം? എബിലിറ്റി അവർക്ക് ഉണ്ടാവണം. അതുപോലെ തന്നെ ജീവിതത്തിൽ ഒരു ഹയർ മോറൽ എത്തിക്കൽ വാല്യൂ സൂക്ഷിക്കുന്നുള്ള ഒരു കഴിവ് ഈ എഡ്യൂക്കേഷനിലൂടെ ലഭിക്കണം. ഒരു സാംസ്കാരികപരമായിട്ടുള്ള കൾച്ചറൽ പ്രോഗ്രസ്, സാംസ്കാരികപരമായിട്ട് നമ്മൾ മുന്നോട്ട് പോകണം, നമ്മൾ പിന്നോട്ടല്ല പോകേണ്ടത്. അപ്പോൾ നമ്മളുടെ കൾച്ചറിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു ഭാരതീയ ഇന്ത്യൻ കൾച്ചറിനെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ ഡൈവേഴ്സിറ്റി മനസ്സിലാക്കിക്കൊണ്ട് ഒരുപാട് മതങ്ങളുടെ, ഒരുപാട് സംസ്കാരങ്ങളുടെ, ഒരുപാട് വിശ്വാസങ്ങളുടെ, ഒരുപാട് ജീവിത രീതികളുടെ ഒരു മെൽറ്റിംഗ് പോട്ടാണ് നമ്മളുടെ ഭാരതം എന്ന ആ ഒരു സത്യം മനസ്സിലാക്കിക്കൊണ്ട് കൾച്ചറൽ പ്രോഗ്രസ്സിന് പര്യാപ്തരാകുന്ന രീതിയിലേക്ക് എന്ത് ചെയ്യണം? യൂണിവേഴ്സിറ്റി തലത്തിൽ കഴിഞ്ഞ് ഇറങ്ങുന്ന സ്റ്റുഡൻസിനെ എന്ത് ചെയ്യണം? വളർത്തിയെടുക്കാനായിട്ട് നമുക്ക് കഴിയണം. ഇനി അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റീസ് ഷുഡ് ബി ഓർഗനൈസ്ഡ്. ഈ വാക്ക് വളരെ വളരെ കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക, വളരെ വളരെ കൃത്യമായിട്ട്. എന്താണ്? സെന്റേഴ്സ് ഓഫ് സിവിലൈസേഷൻ ടു ട്രെയിൻ പീപ്പിൾ. എന്തായിരിക്കണം? നമ്മളുടെ സർവകലാശാലകൾ ഇറ്റ് ഷുഡ് ബി ദ സെന്റേഴ്സ് ഓഫ് സിവിലൈസേഷൻ. സിവിലൈസേഷൻ എന്നുള്ള വാക്ക് ഓർത്ത് വയ്ക്കുക. ചിലപ്പോൾ സെന്റേഴ്സ് ഓഫ് സിവിലൈസേഷൻ എന്ന് തരാം, റിഫ്ലക്ഷൻ ഓഫ് ദ സിവിലൈസേഷൻ തരാം, പലതരത്തിലും പല ടേമുകളിലും തരാം. പക്ഷെ നമ്മളുടെ സിവിലൈസേഷൻ്റെ എന്താണ്? കേന്ദ്ര ബിന്ദുക്കളായിട്ട് ആര് പ്രവർത്തിക്കണം? സർവകലാശാലകൾ പ്രവർത്തിക്കണം. മനസ്സിലാവുന്നുണ്ടോ? യൂണിവേഴ്സിറ്റി ഷുഡ് ബി ഓർഗനൈസ്ഡ് ആസ് ദ സെന്റേഴ്സ് ഓഫ് സിവിലൈസേഷൻ ടു ട്രെയിൻ പീപ്പിൾ. ജനങ്ങളെ, നമ്മളുടെ വിദ്യാർത്ഥികളെ പുറമേക്ക്, നമ്മളുടെ വർക്ക് ഫോഴ്സ് ആയിട്ട് പുറമേക്ക് പോകാൻ പോകുന്ന അവര് എന്തായി മാറണം? അവരെ നമ്മളുടെ സിവിലൈസേഷന് മുന്നേറ്റിലേക്ക് നയിക്കണം. അതുകൊണ്ട് തന്നെ നമ്മളുടെ സിവിലൈസേഷൻ്റെ, നമ്മുടെ സംസ്കാരത്തിൻ്റെ ഒന്നാകെയുള്ള സെന്ററുകളായിട്ട്, അവയെ നിയന്ത്രിക്കുന്ന സെന്ററുകളായിട്ട് ആര് മാറണം? യൂണിവേഴ്സിറ്റികൾ മാറണം എന്ന് പറയുകയാണ്. ആൻഡ് ഇറ്റ് ഷുഡ് പ്രൊഡ്യൂസ് വൈസ് പേഴ്സൺസ് ഹൂ മേക്ക് ഡെമോക്രസി സക്സസ്ഫുൾ. ഈ ടേം ആലോചിക്കുക. ഡെമോക്രസി എന്ന ടേം അതിൽ തീർച്ചയായിട്ടും വരും. അപ്പോൾ മനസ്സിലാവുന്നുണ്ടോ? ഡെമോക്രസി എന്ന് പറയുന്ന ടേം കൃത്യമായിട്ട് വരും. അപ്പം എയിംസ് ഓഫ് ദ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ എന്ന് വെച്ചിട്ട് നമ്മൾ അങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്. PSCയിൽ നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻ വരുന്നത് എയിംസ് ഓഫ് ദ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഈ പറഞ്ഞ മെയിൻ കാര്യങ്ങൾ ഓർക്കുക. അതിനൊപ്പം കുറച്ച് കീ വേർഡുകൾ തരാം. ഇത് നമ്മളുടെ ഡോക്യുമെന്റിൽ നിന്നുള്ള ഡയറക്റ്റ് വേർഡുകളാണ്. അതായത് എന്തൊക്കെയാണ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ്റെ എയിംസ് എന്ന് പറയുന്ന നമ്മളുടെ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ്റെ 1948 കമ്മീഷൻ റിപ്പോർട്ടിലെ, നേരത്തെ പറഞ്ഞില്ലേ ഒരു 750 പേജുള്ള റിപ്പോർട്ടെന്ന്, ആ പേജിൽ ഈ എയിംസ് എന്ന് പറയുന്ന സെക്കൻഡ് ചാപ്റ്ററിലെ ഹെഡിങ്ങുകളാണ് ഇത് മുഴുവൻ. മനസ്സിലാവുന്നുണ്ടല്ലോ? അതുകൊണ്ട് തന്നെ ഈ ഹെഡിങ്ങുകൾ കൃത്യമായി ഓർത്ത് വെച്ചേക്കുക. കാരണം ഈ ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാണ് എയിംസ് ഉണ്ടായിരുന്നത് എന്നൊരു ചോദ്യം വരാൻ നല്ല സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. ഒരു ഇൻഡ്യൂഷനാണ്, ഉറപ്പ് പറയല്ല, ഒരു സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ വരികയാണ് എന്നുണ്ടെങ്കിൽ ആ എയിംസ് ഒരു ജനറൽ ക്വസ്റ്റ്യൻ ആയിരിക്കും, അല്ലേ? ടു ദ പോയിന്റ്. ഇപ്പോൾ ഇന്ന പ്രസിഡന്റ് ആരായിരുന്നു എന്നോ ഇന്ന വർഷം ഏതാണെന്നോ പറയുന്നുള്ള ഒരു ഡയറക്റ്റ് ചോദ്യം അല്ല അത് എയിംസ് എന്ന് പറയുന്നത്, അല്ലേ? അതെന്താണ്? അതൊരു ജനറലൈസ്ഡ് ക്വസ്റ്റ്യൻ ആണ്, ഒരു ജനറൽ സ്വഭാവമുള്ള ക്വസ്റ്റ്യൻ ആണ്. അതിൽ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം എന്താ? ഈ വാക്കുകൾ ഓർത്ത് വെക്കുക. ഈ വാക്കുകൾ ഓർത്ത് വെച്ചാൽ നിങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കും ആ ക്വസ്റ്റ്യൻ, അങ്ങനെ ഒരു ജനറൽ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനെ നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തുകൊണ്ടാണെന്ന് അറിയോ? നോക്കൂ, ഒന്നാമതായിട്ട് നോക്കൂ, എന്താണ്? ന്യൂ ഇന്ത്യ എന്നത് എന്താണ്? ഒരു എയിമാണ്. അപ്പോൾ എന്താ ന്യൂ ഇന്ത്യ? നമ്മൾ നേരത്തെ പറഞ്ഞു. എന്താണ് ന്യൂ ഇന്ത്യ എന്ന് പറയുമ്പോൾ? ഓരോന്നോരോന്നായിട്ട് ഞാൻ പറഞ്ഞേക്കാം, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അത് ന്യൂ ഇന്ത്യ ഒന്നാമത്തെ പോയിന്റാണ് നമ്മൾ എടുക്കുന്നത്. ന്യൂ ഇന്ത്യ എന്ന് പറയുമ്പോൾ അതിൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മളുടെ ഈ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം നടന്നിട്ടുള്ള പൊളിറ്റിക്കൽ, ഞാൻ അതിൻ്റെ സബ് ഹെഡിങ്ങുകൾ കൂടിയാണ് ഇവിടെ എഴുതുന്നത്. പൊളിറ്റിക്കലായിട്ടുള്ള ചേഞ്ചുകൾ ഉണ്ട്, രാഷ്ട്രീയപരമായിട്ടുള്ള മാറ്റങ്ങൾ വന്നു, അതൊരു പുതിയ ഇന്ത്യയാണ്. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റീസ് ആസ് ഓർഗൻസ് ഓഫ് സിവിലൈസേഷൻസ്. എന്താണ്? ഓർഗൻസ് ഓഫ്
സിവിലൈസേഷൻ. നമ്മൾ പറഞ്ഞില്ലേ, സെന്റേഴ്സ് ഓഫ് സിവിലൈസേഷൻ അല്ലെങ്കിൽ ഓർഗൻസ് ഓഫ് സിവിലൈസേഷൻ ആയിട്ട് എന്ത് ചെയ്യേണ്ടതുണ്ട്? നമ്മൾ പുതിയ ഇന്ത്യയെ വാർത്തെടുക്കാൻ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? നമ്മൾ കണക്കാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ജനങ്ങളുടെ ഒരു ഇന്റലക്റ്റിനെ, ഈ വാക്കുകളൊക്കെ ഓർത്ത് വെക്കുക, ഈ ജനങ്ങളുടെ ഒരു ഇന്റലക്റ്റിനെ എന്ത് ചെയ്യുക? അതിനെ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ തന്നെ നമ്മളുടെ ജനങ്ങൾ എങ്ങനെയാണ് ഒരു ഇന്റഗ്രേറ്റഡ് വേ ഓഫ് ലൈഫ്, എങ്ങനെയാണ് ഒരു ഇന്റഗ്രേറ്റഡ്, ഒന്നിച്ചു ചേർന്ന ഒരു ഇന്റഗ്രേറ്റഡ് വേ ഓഫ് ലൈഫ് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. നേരത്തെ പറഞ്ഞ വാക്കുകൾ ഓർമ്മയില്ലേ? എന്താണ് നമ്മൾ നേടിയെടുക്കേണ്ടത്? വിസ്ഡം ആൻഡ് നോളജ്. വിസ്ഡം ആൻഡ് നോളജ്. നമ്മൾ എന്താണ്, നമുക്കൊരു എങ്ങനെയാണ് കാര്യങ്ങൾ ഒരു വൈസ് ആയിട്ടുള്ള ഒരു വിസ്ഡം നമുക്ക് ആവശ്യമാണ്, ജനറൽ വിസ്ഡം ആവശ്യമാണ്, ജനറൽ ആയിട്ടുള്ള ഒരു നോളജ് ആവശ്യമാണ് ആളുകൾക്ക് പുറത്തിറങ്ങുന്ന സമയത്ത്. മനസ്സിലാവുന്നല്ലോ? അതുപോലെ തന്നെ വളരെ കൃത്യമായിട്ടുള്ള മികച്ചതായിട്ടുള്ള ഒരു എന്ത് വേണം? ഒരു സോഷ്യൽ ഓർഡർ എന്ത് ചെയ്യേണ്ടതുണ്ട്? ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. അപ്പൊ ന്യൂ ഇന്ത്യ എന്ന തലത്തിൽ എന്താണ് ഈ പൊളിറ്റിക്കൽ ചേഞ്ച് മനസ്സിലാക്കിയെടുക്കുക. ഒരു യൂണിവേഴ്സിറ്റികൾ ഒരു ഓർഗൻസ് ഓഫ് സിവിലൈസേഷൻ്റെ ഒരു ഓർഗൻസ് ആയിട്ട് വർക്ക് ചെയ്യുക. ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു എന്താ പറയുന്നത്, ഒരു സൊസൈറ്റിയെ വാർത്തെടുക്കുക, ഒരു സോഷ്യൽ ഓർഡർ ക്രിയേറ്റ് ചെയ്യുക, വിസ്ഡം ആൻഡ് നോളജ് അക്വയറിങ്ങിനുള്ള ഒരു മാർഗമായിട്ട് എന്ത് ചെയ്യുക? മാറ്റിയെടുക്കുക ഈ പഠനങ്ങൾ. ഇതാണ് ന്യൂ ഇന്ത്യ എന്നതിൻ്റെ അടിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം എന്ത് വരുന്നു? ഡെമോക്രസിയെ കുറിച്ചാണ് പറയുന്നത്, ജനാധിപത്യത്തെ കുറിച്ചാണ് പറയുന്നത്. ഈ ഡെമോക്രസിയുടെ അടിയിൽ ഒരുപാട് സബ് ഹെഡിങ്ങൾ അവർ കൊടുത്തിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടല്ലോ? അതായത് പ്ലാൻ ഓഫ് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻഡിവിജ്വലിന്റെ, അതായത് ഒരു വ്യക്തിയുടെ എന്താണ് ഡെവലപ്മെന്റിന് എന്ത് ചെയ്യുന്നുണ്ട്? അവര് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഒരു ഇൻഡിവിജ്വലിന്റെ, ഒരു വ്യക്തിയുടെ എന്താണ് വാല്യൂ സിസ്റ്റത്തിന്. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ആസ് എ ഗ്രോത്ത്, എന്താണ് എഡ്യൂക്കേഷൻ ആസ് എ ഗ്രോത്ത് ഫാക്ടർ എന്ത് ചെയ്യുന്നുണ്ട്? അവർ കണക്കാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഡെമോക്രസിയുടെ ഈ ഭാഗമായിട്ട് തന്നെ അവർ എന്ത് ചെയ്യുന്നുണ്ട്? ഒരാൾക്കുള്ള ഫിസിക്കൽ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ ഭാഗമായിട്ട് അവർ കണക്കാക്കുന്നുണ്ട്. ഒരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്താണ്? അതായത് എഡ്യൂക്കേഷൻ എന്തായിരിക്കണം? ഡെമോക്രാറ്റിക് ആയിരിക്കണം. മനസ്സിലാവുന്നില്ല? എന്തായിരിക്കണം? ഡെമോക്രാറ്റിക് ആയിരിക്കണം. അതുപോലെ തന്നെ എന്താണ്? ഒരു ഹ്യൂമൻ മെന്റാലിറ്റിയെ വാർത്തെടുക്കാനായിട്ടുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ പ്രകൃതി, നേച്ചർ, സൊസൈറ്റി, മനസ്സിലാവുന്നുണ്ട്? പ്രകൃതിയില്ലേ, പ്രകൃതിയുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള പ്രകൃതിയെക്കുറിച്ച്, നമ്മളുടെ സൊസൈറ്റിയെക്കുറിച്ചൊക്കെ എന്താണ് കൃത്യമായിട്ടുള്ള ഒരു അറിവും കാര്യങ്ങളും ഉണ്ടാവുന്ന ആളുകളായിരിക്കണം. ഈ രീതിയിൽ നമ്മളുടെ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ കൊടുക്കാൻ, അല്ലെങ്കിൽ നമ്മളുടെ ഡെമോക്രസിയുടെ എന്താ പറയുന്നത്, ഒരു ഒരു ശക്തിപ്പെടുത്താനുള്ള എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടല്ലോ? അതിലെ പ്രശ്നങ്ങളും അവർ എന്ത് ചെയ്യുന്നുണ്ട്? അവർ ഒന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു മെക്കാനിക്കൽ ലേണിംഗ് ആണോ ആവശ്യമായിട്ടുള്ളത്? ഒരു ഇൻവേർഡ്നെസ് ഓഫ് ദ ഫ്രീഡത്തിനെ കുറിച്ച്, അതുപോലെ തന്നെ എന്താ പറയുന്നത്, ഒരു പുതിയ ജീവിതത്തിലേക്കുള്ള ഒരു കാൽവെപ്പായിട്ട്, ഒരു ന്യൂ ലൈഫിലേക്കുള്ള ഒരു കാൽവെപ്പായിട്ട് എഡ്യൂക്കേഷൻ കൊടുക്കുന്നതിനെ കുറിച്ച് മനസ്സിലാവുന്നുണ്ടല്ലോ? അതുപോലെ തന്നെ ഇൻഎഡിക്വസി ഓഫ് ദ എഡ്യൂക്കേഷൻ, മനസ്സിലാവുന്നുണ്ടല്ലോ? എഡ്യൂക്കേഷൻ്റെ ഇൻഎഡിക്വസി എത്രത്തോളമാണ്? ഒരു സൊസൈറ്റിയിൽ അഡ്ജസ്റ്റ്മെന്റിന് ഈ വിദ്യാഭ്യാസം മതിയാകുമോ എന്ന ചോദ്യവും അവർ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ചോദിക്കുന്നുണ്ട്. ഈ രീതിയിൽ ഒരുപാട് തലങ്ങൾ കവർ ചെയ്യുന്നതാണ് ഏത്? ഈ ഡെമോക്രസി എന്ന് പറയുന്ന ഈ ഒരു ഹെഡിങ്ങിൻ്റെ അടിയിൽ. മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ ഡെമോക്രസി എന്ന് പറയുന്ന ഒരു ടേം വരികയാണ്. എയിംസ് ഓഫ് ദ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ എന്ന് വെച്ചാൽ ഡെമോക്രസി എന്ന് പറയുന്നൊരു ടേം തന്നാൽ അത് ശരിയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അടുത്ത ഏതാണെന്ന് അറിയാമോ നിങ്ങൾക്ക്? ജസ്റ്റിസ് ആണ് അടുത്തത്. ഏതാണ്? ജസ്റ്റിസ് എന്ന് പറയുന്നതാണ് ഏത്? അടുത്ത എയിം. എന്ത് ജസ്റ്റിസാ പറയുന്നത്? നമ്മളുടെ പ്രിയാമ്പിൾ നിങ്ങൾ ആലോചിച്ചാൽ മനസ്സിലാവും. സോഷ്യൽ ജസ്റ്റിസ് അവർ ഉദ്ദേശിക്കുന്നുണ്ട്. എന്തുദ്ദേശിക്കുന്നുണ്ട്? സോഷ്യൽ ജസ്റ്റിസ് എന്ത് ചെയ്യുന്നുണ്ട്? ഉദ്ദേശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോഴുള്ള പ്രസന്റ് നീഡ്സ് എന്തൊക്കെയാണ് എന്ന് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? അറിയേണ്ടതുണ്ട് അല്ലേ? ദ പ്രസന്റ് നീഡ്സ് ഷുഡ് ബി വാട്ട് റെക്കഗ്നൈസ്ഡ് അല്ലേ? അതുപോലെ തന്നെ എന്താണ് നമ്മളുടെ ഇതിൻ്റെ അടിയിൽ അഗ്രികൾച്ചറൽ എഡ്യൂക്കേഷൻ, ടെക്നോളജിക്കൽ എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ റൂറൽ ഡെവലപ്മെന്റ്, അതുപോലെ തന്നെ എന്താ പറയുന്നത് മെക്കാനിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ എന്താ പറയുന്നത് ഈ സോഷ്യൽ സ്റ്റഡീസ്, മനസ്സിലാവുന്നുണ്ടോ? ട്രെയിനിങ് ഫോർ ലീഡർഷിപ്പ്, ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ എന്തിലേക്ക് നയിക്കും? ജസ്റ്റിസ് എന്ന് പറയുന്ന ഒരു നീതി ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് എന്ത് ചെയ്യും? നയിക്കുമെന്ന് അവർ എന്ത് ചെയ്യുന്നുണ്ട്? കണക്കാക്കുന്നുണ്ട്. അതിനുശേഷം വരുന്ന അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ലിബർട്ടിയാണ്. ഏതാണ്? ലിബർട്ടി. ലിബർട്ടി എന്ന് പറയുന്ന തലം ഏതൊക്കെയാണ്? അത് ഇപ്പൊ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ലിബർട്ടി, അതായത് ഈ ഒരു സ്വാതന്ത്ര്യം, ഈ ഒരു തലത്തിലേക്ക് അവർ ഉദ്ദേശിക്കുന്നത് ഒരു ലിബറൽ എഡ്യൂക്കേഷൻ എന്നതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുന്നത്, നമ്മളുടെ ഒരു സയന്റിഫിക് ടെമ്പർ എന്നൊക്കെ പറയില്ലേ, നമ്മളുടെ ഒരു പുതിയ ഒരു എന്താ പറയുക, ഒരു വല്ലാണ്ട് ഒരു ഓർത്തഡോക്സ് തലത്തിൽ ചിന്ത മാറിയിട്ടുള്ള ഒരു സ്പിരിറ്റ് ഓഫ് സയൻസ്. ഏതൊക്കെയാണ്?
ഒരു സ്പിരിറ്റ് ഓഫ് സയൻസ്, അതുപോലെ തന്നെ കൺസർവേറ്റിസം, സോഷ്യൽ കൺസർവേറ്റിസം, ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ലിബർട്ടിയുടെ ഭാഗമായിട്ട് അവർ എന്ത് ചെയ്യുന്നുണ്ട്, അവർ പറയാനായിട്ട് ശ്രദ്ധിക്കുന്നത്. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റീസിൻ്റെ ഒരു ഓട്ടോണമി എന്തായിരിക്കണം, ലിബർട്ടി എങ്ങനെ ഓട്ടോണമസ് ആയിട്ടുള്ള ഓട്ടോണമി വേണം അല്ലേ, സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാൻ കഴിയണം. അപ്പോൾ ഇതെന്ത് ചെയ്യുന്നുണ്ട്, ലിബർട്ടിയുടെ ഭാഗമായിട്ട് യൂണിവേഴ്സിറ്റി ഓട്ടോണമി എന്ത് ചെയ്യുന്നുണ്ട്, അവർ പ്രത്യേകം സൂചിപ്പിക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് ലിബർട്ടി എന്ന് പറയുന്ന തലത്തിൽ അവർ സൂചിപ്പിക്കുന്നത്. ശേഷം ഈക്വാലിറ്റി വരുന്നുണ്ട്. അപ്പോൾ ഈക്വാലിറ്റി ഒരു കാര്യം ഇടയിൽ പറഞ്ഞുകൊള്ളട്ടെ, ഈ എയിംസ് എന്ന് പറയുന്ന ഈ പ്രധാനപ്പെട്ട വാക്കുകളാണ് നിങ്ങൾ ഇവിടെ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത്. ന്യൂ ഇന്ത്യ, ഡെമോക്രസി, ജസ്റ്റിസ്, ലിബർട്ടി, ഈക്വാലിറ്റി, നാഷണൽ തലത്തിലുള്ള ഫ്രട്ടേണിറ്റി, അതുപോലെ തന്നെ എന്താണ്, അൺഇൻറ്ററപ്റ്റഡ് ആയിട്ടുള്ള കണ്ടിന്യൂറ്റി ഓഫ് ഇന്ത്യൻ കൾച്ചർ, ഇന്ത്യയുടെ സംസ്കാരം എന്താണ്, തുടർച്ചയായിട്ടുള്ള ഇന്ത്യയുടെ സംസ്കാരം എന്താണ്, നമ്മൾ അവരിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ തലത്തിലുള്ള എന്താണ്, ഒരു ഫ്രട്ടേണിറ്റി. അതായത് ഇവിടെ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്ന് മാത്രമല്ല, ഇൻ്റർനാഷണൽ തലത്തിലുള്ള ഒരു ഈ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ നിങ്ങൾ വിചാരിക്കരുത് അതൊരു ടൈപ്പ് ഒരു എററാണ് വന്നിരിക്കുന്നത്. ഇന്ത്യൻ കൾച്ചർ ആൻഡ് ഇന്ത്യൻ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്നുള്ളത് മുകളിലാണ് വരുന്നത്. ഈ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു അടുത്ത പോയിന്റ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? അതായത് അൺഇൻറ്ററപ്റ്റഡ് കണ്ടിന്യൂറ്റി ഓഫ് ദി ഇന്ത്യൻ കൾച്ചർ കഴിഞ്ഞിട്ട് അടുത്ത ഈ ബുള്ളറ്റ് പോയിന്റുള്ള ഒരു പോയിന്റ് ആണ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ. അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത പോയിന്റ് ആണ് ഇത്. അത് ഇന്റർനാഷണൽ ഫ്രട്ടേണിറ്റി ആണ്. ഇന്റർനാഷണൽ ഫ്രട്ടേണിറ്റി, ഇവിടെ ഫ്രട്ടേണിറ്റി നാഷണൽ ലെവൽ പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ഇന്റർനാഷണൽ തലത്തിലുള്ള ഫ്രട്ടേണിറ്റി എന്ന് പറയുന്ന അടുത്ത പോയിന്റ് ആണ് ഇവിടെ വരേണ്ടത്. എന്തോ ഒരു ടൈപ്പോ എറർ ആണെന്ന് തോന്നുന്നു, സ്ലൈഡ് ഉണ്ടാക്കിയപ്പോൾ ക്ഷമിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്തായിരുന്നു, നിങ്ങൾ ആലോചിക്കേണ്ടത് ഈ പ്രധാനപ്പെട്ട ഹെഡിങ്ങുകളാണ്. അധികവും ചോദിക്കാൻ അത് മാത്രമേ ചോദിക്കുകയാണെങ്കിൽ തന്നെ അതേ സാധ്യതയുള്ളൂ. എയിംസ് ഓഫ് ദ എന്തൊക്കെയാണ് രാധാകൃഷ്ണൻ കമ്മീഷൻ, ചോദ്യം ഫോം ചെയ്യാൻ ഇങ്ങനെ വരിക. രാധാകൃഷ്ണൻ കമ്മീഷൻ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓഫ് 1948 യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കൊണ്ട് എന്തെല്ലാമാണ് എയിംസ് ആയി, എന്തൊക്കെയാണ് അവരുടെ ലക്ഷ്യങ്ങൾ, യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ്റെ ലക്ഷ്യങ്ങൾ എന്തെല്ലാം. അതായത് ഈ കമ്മീഷന്റെ ലക്ഷ്യങ്ങളല്ല കേട്ടോ പറയുന്നത്, ഈ കമ്മീഷൻ ഒരു വിദ്യാർത്ഥി യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ നേടുന്നത് കൊണ്ട് എന്തെല്ലാമാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞതാണത്. യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷന്റെ ഉദ്ദേശങ്ങൾ നമ്മൾ നേരത്തെ കണ്ടു, എയിംസ് ഓഫ് ദ കമ്മീഷൻ എന്ന് വെച്ചിട്ട്. ഇവിടെ നമ്മൾ എന്താ പറയുന്നത്, കമ്മീഷൻ പറയുകയാണ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കൊണ്ട് നമ്മൾ എന്തെല്ലാമാണ് ഉദ്ദേശിക്കുന്നത് എന്ന് കമ്മീഷൻ പറയുന്നതാണ് ഇവിടെ കാണുന്നത്. എന്തൊക്കെയാണത്? ന്യൂ ഇന്ത്യ, ഡെമോക്രസി, ജസ്റ്റിസ്, ലിബർട്ടി, ഈക്വാലിറ്റി, നാഷണൽ തലത്തിലുള്ള ഫ്രട്ടേണിറ്റി. എന്താണ് നാഷണൽ തലത്തിലുള്ള ഫ്രട്ടേണിറ്റി എന്ന് പറയുന്നത്? അതായത് സ്റ്റുഡൻസിൻ്റെ ഇടയിലുള്ള ഇൻഡിസിപ്ലിനൊക്കെ അവസാനിപ്പിക്കുക, ഇതൊക്കെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതിൽ മനസ്സിലാവുന്നല്ലോ. അതായത് റെസിഡൻഷ്യൽ സിസ്റ്റം കൊണ്ടുവരിക, കോളേജ് കമ്മ്യൂണിറ്റി സെൻ്ററുകൾ കൊണ്ടുവരിക, ഒരു നാഷണൽ തലത്തിലൊരു ഡിസിപ്ലിൻ കൾച്ചർ കൊണ്ടുവരിക. മനസ്സിലാവുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ എന്താണ്, ഈ ഫ്രട്ടേണിറ്റി നാഷണൽ തലത്തിൽ പറയുന്ന ഒന്നാണ് അവർ ഇന്ത്യൻ എഡ്യൂക്കേഷനെ കുറിച്ച്. എന്താണ്, ഇപ്പൊ ബ്രിട്ടീഷ് തലത്തിലുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഇന്ത്യൻ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ആണോ അത്, ഇന്ത്യൻ സിസ്റ്റത്തിന് പറ്റാത്ത എഡ്യൂക്കേഷൻ ആണെങ്കിൽ ആ കുറവുകൾ തിരുത്തുക. ഇതൊക്കെ എന്തിനാണ്, നാഷണൽ തലത്തിലുള്ള ഒരു സാഹോദര്യത്തിലേക്ക്, ഫ്രട്ടേണിറ്റിയിലേക്ക് നയിക്കുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അടുത്ത പോയിന്റ് ഏതാണെന്ന് നോക്കൂ നിങ്ങൾ. അടുത്ത പോയിന്റ് അൺഇൻറ്ററപ്റ്റഡ് കണ്ടിന്യൂറ്റി ഓഫ് ദ ഇന്ത്യൻ കൾച്ചർ എന്നാണ് പറയുന്നത്. അതായത് നമ്മളുടെ ഇൻഡസ് വാലി സിവിലൈസേഷൻ തൊട്ട് തുടങ്ങിയിട്ട് നമ്മളുടെ ഇന്ത്യൻ കൾച്ചറിൻ്റെ എല്ലാ കാര്യങ്ങളും വേദിക് പീരീഡിലൂടെ വന്ന് ബുദ്ധിസത്തിലേക്ക് വന്ന് അബ്രോഡിലുള്ള ഇന്ത്യൻ ഇൻഫ്ലുവൻസുകൾ, സൗത്ത് ഇന്ത്യയുടെ കൾച്ചർ, ഇസ്ലാം മതത്തിൻ്റെ സ്പ്രെഡ്, അതുപോലെ തന്നെ ക്രിസ്ത്യാനിറ്റിയുടെ ഇവിടെയുള്ള ഇൻഫ്ലുവൻസ്, അതുപോലെ തന്നെ ഇന്ത്യൻ കൾച്ചറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ, ഇവയെല്ലാം മനസ്സിലാക്കണം എന്നതാണ് അൺഇൻറ്ററപ്റ്റഡ് കണ്ടിന്യൂറ്റി ഓഫ് ദി ഇന്ത്യൻ കൾച്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശേഷം ഇന്ത്യയുടെ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് എന്ത് ചെയ്യേണ്ടതുണ്ട്, അറിയേണ്ടതുണ്ട്. നമ്മളുടെ പാസ്റ്റ് അറിയണം, നമ്മളുടെ എപ്പിക്സിനെ കുറിച്ച് അറിയണം. മനസ്സിലാവുന്നുണ്ടോ? നമ്മളുടെ പാസ്റ്റിനെ കുറിച്ചും അതുപോലെ തന്നെ നമ്മളുടെ എപ്പിക്കുകളുണ്ടല്ലോ, നമ്മളുടെ പ്രധാനപ്പെട്ട കൃതികൾ, എപ്പിക്കുകളെ കുറിച്ച് ഇതിൻ്റെയൊക്കെ അറിവ് എന്താണ് അവർക്ക് ആവശ്യം വേണം എന്ന് ചെയ്യുകയാണ്, അവർ പറയുകയാണ്. നമ്മൾ എങ്ങനെ ആയിരിക്കണം എന്നാണ് പറയുന്നത് അറിയോ? നമ്മളൊരു ലിവിങ് കൾച്ചർ ആയിരിക്കണം. എന്താണ്, നമ്മളൊരു ലിവിങ് കൾച്ചർ ആയിരിക്കണം എന്നാണ് ആ ഡോക്യുമെന്റ് ഞാൻ വായിച്ചപ്പോൾ എനിക്ക് സ്ട്രൈക്കിംഗ് ആയി തോന്നിയൊരു പോയിന്റ് പറയുകയാണ്. ലിവിങ് കൾച്ചർ ആയിരിക്കണം നമ്മൾ എന്നാ പറയുന്നത്. എന്താ ലിവിങ് കൾച്ചർ? നമ്മൾ എല്ലാം ഇംബൈബ് ചെയ്യണം. മുഗൾസ് ഇവിടെ വന്നിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം, താജ്മഹൽ ഇവിടെ പണിതിരുന്നു എന്ന് നമ്മൾ, ഇതേ ലൈനാണ് ഈ ഡോക്യുമെന്റിൽ പറയുന്നത്. ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ഡോക്യുമെന്റിൽ ഇതേപോലെയാണ് പറയുന്നത്. മുഗൾസ് ഇവിടെ വന്നിരുന്നുവെന്നും താജ്മഹൽ ഇവിടെ പണിതിരുന്നുവെന്നും ഇതൊക്കെ നമ്മുടെ കൾച്ചറിന്റെ ഭാഗമാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പുതിയ ഐഡിയകൾ വരികയാണെന്ന് വെച്ചാൽ അത് നമ്മൾ എന്ത് ചെയ്യണം, അത് നമ്മൾ ഉള്ളിലേക്ക് സ്വാംശീകരിച്ചെടുക്കണം. ഇതാണ് ഒരു ലിവിങ് കൾച്ചറിന്റെ ഉദാഹരണം. അതിൻ്റെ
വിപരീതമായിട്ട് അവർ പറയുന്നുണ്ട്, നമ്മളൊരു പ്രിമിറ്റീവ് കൾച്ചർ അല്ല എന്ന് നമ്മൾ തെളിയിക്കണം. നമ്മളൊരു പ്രിമിറ്റീവ് കൾച്ചർ എങ്ങനെയാണ്? പ്രിമിറ്റീവ് കൾച്ചർ വളരെ പണ്ടുള്ള ഓർത്തഡോക്സ് ചിന്താഗതികൾ മാത്രം വെച്ച് പുലർത്തുന്ന, അതിൽ നിന്ന് ഒരു അണുവിട മാറാൻ തയ്യാറാകാത്ത കൾച്ചറുകളാണ് പ്രിമിറ്റീവ് കൾച്ചറുകൾ. പ്രിമിറ്റീവ് തലങ്ങളിലേക്ക് ചിന്തിക്കുന്ന പഴയ മതങ്ങൾ പലതും ഉണ്ടാവും ചിലപ്പോൾ. അങ്ങനെ ചിന്തിക്കരുത്. ഒരുപാട് കാലഘട്ടം മുൻപ് തുടങ്ങിയ കാര്യങ്ങളിൽ കെട്ടിപ്പിടിച്ചിരിക്കാതെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളൊരു ലിവിങ് കൾച്ചറായിട്ട് നമ്മൾ മാറണം. അതാണ് നമ്മളുടെ ഉദ്ദേശമെന്ന് ഈ കമ്മീഷൻ എന്ത് ചെയ്യുകയാണ്? പ്രത്യേകം നോട്ട് ഡൗൺ ചെയ്യുകയാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? അതാണ് ഏത് ഈ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ പഠിക്കുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നാണ് കമ്മീഷൻ പറയുന്നത്. അവസാനമായിട്ടുള്ള പോയിന്റ് ഏതായിരുന്നു? ഇന്റർനാഷണൽ ഫ്രട്ടേണിറ്റി. ഇന്റർനാഷണൽ ഫ്രട്ടേണിറ്റി, അതായത് നമ്മൾ എന്ത് പറയുകയാണ്? നമ്മുടെ യുനെസ്കോ ഒക്കെ പോലെയുള്ള വിവിധങ്ങളായിട്ടുള്ള എന്തുണ്ട്? സംഘടനകളും മറ്റുമുണ്ട്. അത്തരത്തിലുള്ള യുനെസ്കോ പോലെയുള്ള സംഘടനകൾ, ഈ ഇതിൻ്റെ ഉള്ളിൽ യുനെസ്കോ എന്ന് പറയുന്ന സംഘടന ഇന്റർനാഷണൽ ഫ്രട്ടേണിറ്റിയുടെ കാര്യം ലാസ്റ്റ് പോയിന്റിൽ യുനെസ്കോനെ എന്ത് ചെയ്തിട്ടുണ്ട്? പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. യുനെസ്കോയുടെ ഒരു എന്താ പറയുക സ്റ്റേറ്റ്മെന്റിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്? പ്രധാനപ്പെട്ട ഇന്റർനാഷണൽ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത് ഒരു ഹ്യൂമൻ തലത്തിൽ തന്നെയാണ്, മനുഷ്യന്മാരുടെ വ്യക്തികളുടെ തലത്തിൽ നിന്ന് തുടങ്ങിയിട്ടാണ് ഉണ്ടാകുന്നത്. അപ്പോൾ കൾച്ചറൽ കോപ്പറേഷൻ, അതുപോലെ തന്നെ പ്രൊവിൻഷ്യൽ തലത്തിലുള്ള ചിന്താഗതികൾ, ലോക്കൽ ആയിട്ടുള്ള ചിന്താഗതികൾ മാറ്റുക, അതുപോലെ തന്നെ ഒരു ലാർജർ, അതായത് ഈ ഇന്റർനാഷണൽ ഫ്രട്ടേണിറ്റി എന്ന് പറയുന്നതിൻ്റെ ഒപ്പം തന്നെ അവർ എന്തിനെ കുറിച്ച് പറയുന്നുണ്ട്? പാട്രിയോട്ടിസത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് പാട്രിയോട്ടിസത്തിനെ കുറിച്ച് പറയുന്നത്? കാരണം പാട്രിയോട്ടിസം വേണം. രാജ്യസ്നേഹം എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ഫ്രട്ടേണിറ്റിക്ക് ഒരു തടസ്സമല്ല. ഇന്റർനാഷണൽ തലത്തിലുള്ള ഒരു സമാധാനം നമ്മൾ കാക്ഷിക്കുമ്പോഴും രാജ്യം സ്ട്രോങ് ആയിരിക്കണം എന്ന് പറയുന്ന ഒരു ചിന്ത കൂടി നമ്മുടെ ഉള്ളിൽ വേണം. പോസിറ്റീവ് പീസ് എന്ന് പറയുന്ന ഒരു പോയിന്റ് ഒക്കെ അദ്ദേഹം പറയുന്നുണ്ട്. എന്താണ് പോസിറ്റീവ് പീസ് എന്ന് പറയുന്ന തലമൊക്കെ? അതായത് ഒരു ക്ലാഷും ഇല്ലാത്ത അവസ്ഥയല്ല ഉദ്ദേശിക്കുന്നത് എന്നും ഒരു സമാധാനം എന്ന് പറയുന്ന ഒരു സാഹചര്യം നിലനിർത്തി കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. വേൾഡ് സിറ്റിസൺഷിപ്പിനെ കുറിച്ച് ഇതേ സ്ഥലത്ത് നമ്മളുടെ റിപ്പോർട്ടിൽ പറയുന്നത് എന്താണ്? വേൾഡ് സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റൊക്കെ അദ്ദേഹം എന്ത് ചെയ്യുന്നതിന് മുന്നോട്ട് പറയുന്നുണ്ട്. ഈ രീതിയിൽ ഒരുപാട് പോയിന്റുകൾ പറയുന്ന ഒരു ഭാഗമാണ് ഈ എയിംസ് എന്ന് പറയുന്ന ഭാഗം. യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ്റെ എയിംസ് എന്തെല്ലാം എന്ന് ചോദിച്ചാൽ അതിലെ ഈ പ്രധാനപ്പെട്ട പോയിന്റുകൾ നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. നിങ്ങൾക്ക് ഒന്നുകൂടി എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ആ സാധനം ഇരുന്ന് വായിച്ചിട്ട് നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞു തരാൻ ശ്രമിച്ചത്. അതായത് ഇപ്പോൾ വെറുതെ പോയിന്റ് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാതെ പഠിച്ചിട്ട് പോയിട്ട് നിങ്ങൾക്ക് എന്താണെന്നൊരു ഐഡിയ ഇല്ലാതിരിക്കേണ്ട എന്ന് വെച്ചിട്ട് എന്ത് പറഞ്ഞതാണ്? ഇന്ന കാര്യങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതൊക്കെയാണ് എന്ന് പറഞ്ഞതാണ്. ഓക്കെ അല്ലേ? അപ്പം നമ്മൾ എയിംസ് എന്താണ് എന്ന കാര്യം കൂടി എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ ഈ ക്ലാസ്സിൽ വ്യക്തമാക്കി അവസാനിപ്പിച്ചിട്ടുണ്ട്. അടുത്ത ക്ലാസ്സിൽ അടുത്ത പ്രധാനപ്പെട്ട നമ്മൾ പറഞ്ഞില്ലേ കുറേ ചാപ്റ്ററുകൾ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ഈ ചാപ്റ്ററുകളിൽ തിരഞ്ഞെടുത്ത കുറേ പ്രധാനപ്പെട്ട പോയിന്റുകൾ നമുക്ക് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം? നമുക്ക് മാക്സിമം അടുത്ത ക്ലാസ്സോട് കൂടിയിട്ട് ഈ നമ്മളുടെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി കമ്മീഷനെ കുറിച്ചുള്ള പഠനം നമുക്ക് വൈൻഡപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ എല്ലാവരും 2 ക്ലാസ്സുകളിൽ നിന്ന് ഒരു ഇൻട്രൊഡക്ടറി ക്ലാസ്സുകളായതുകൊണ്ട് കുറച്ച് സമയമെടുത്ത് പതുക്കെയാണ് നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ളത്. ഇനി അങ്ങോട്ട് പോകുമ്പോൾ നമ്മുടെ ഒരു സ്പീഡ് ഒന്ന് കൂടാൻ സാധ്യതയുണ്ട്. ബിക്കോസ് നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്? നമുക്ക് ഓഗസ്റ്റ് 25 ആ സമയമാകുമ്പോഴേക്കും നമുക്ക് കൃത്യമായിട്ട് എല്ലാം സ്പെഷ്യൽ ടോപ്പിക്ക് വൃത്തിയായിട്ട് പഠിച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എന്താണ് ഉണ്ടാക്കിയിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ പേര് അപൂർവദാസ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു എവരിവൺ.